പുസ്തകങ്ങളെ തുറക്കാം, തിരുവചനം ധ്യാനിക്കാം. ശ്രദ്ധയോടെ മാക്സിമം ദൈവസന്ധിയിലെ ഏകാഗ്രതയോടെയും നമുക്ക് ദൈവസന്ധിയിലായിരിക്കാം. ഹല്ലേലൂയ. ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. ഒന്നുകൂടെ വായിക്കാം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി ആകുന്നു. 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അല്ലേ? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ ക്രൂശിൻ്റെ വചനം എന്താണ്? ക്രൂശിൻ്റെ വചനം പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്കൊരു ഭോഷത്വമാണ്, എന്ന് രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി അതിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, ആ രക്ഷയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കുന്ന ദൈവശക്തി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ക്രൂശ്? ക്രൂശിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രൂശിലൂടെ ലഭിക്കുന്ന ആത്മരക്ഷ എങ്ങനെ കരസ്ഥമാക്കാം തുടങ്ങിയ കാര്യങ്ങളെ സമയപരിധി നിന്നുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ചിന്തിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുറവിയോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്ധി ആയിരിക്കാം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ യോഗത്തിന് പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, വലിയ മനക്കെട്ടിയോ മനഃശക്തിയോ ഒന്നും ഇല്ലാത്ത ഒരു എളിയ ദാസനാണ് ഈ എളിയവൻ. അതുകൊണ്ട് ദയവായി എൻ്റെ മുമ്പിൽ വീർത്ത മുഖത്തോടെ ഇരിക്കരുത്, ക്രുദ്ധിച്ച് നോക്കരുത്, പേടിച്ചു പോവും. അതുകൊണ്ട് ചിരിച്ചും സന്തോഷിച്ചും നല്ല മുഖത്തോടെ ഇരിക്കാവൂ. നിങ്ങൾക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടായിരിക്കാം, എന്നോടതൊന്നും കാണിക്കരുത്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥന. കാരണമുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം പ്രസംഗിക്കുന്നു, ഞാൻ പരിഭാഷപ്പെടുത്തുന്നു. നല്ലൊരു അപ്പച്ചനുണ്ടാണ് സഭയിൽ. പ്രസംഗമൊക്കെ ഏറ്റെടുത്ത ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അപ്പച്ചൻ സന്തോഷം കുടുംബം പറയും, അങ്ങനെ തന്നെ ആമേൻ, അങ്ങനെ തന്നെ ആമേൻ. പ്രസംഗിക്കാൻ പുറയിൽ അദ്ദേഹം ഇരിക്കുക, അങ്ങനെ തന്നെ ആമേൻ, അങ്ങനെ തന്നെ ആമേൻ. പ്രസംഗിക്കാൻ തുടങ്ങിയ ദൈവദാസൻ 10 മിനിറ്റ് കൊണ്ട് പ്രസംഗം ഉപസംഹരിച്ചു. ഇരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? 1 മണിക്കൂർ കൊടുത്തതാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കയറിയപ്പം തൊട്ട് അപ്പച്ചൻ പറയുക, ഇരിക്കടാ പോടാ, ഇരിക്കടാ പോടാ. അദ്ദേഹം പറഞ്ഞ എന്താ? അങ്ങനെ തന്നെ ആമേൻ. അദ്ദേഹത്തിന് തിരിഞ്ഞത് ഇരിക്കടാ പോടാന്ന. പുള്ളി പേടിച്ചു പോയി. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പകലിൻ്റെ ക്ഷീണങ്ങളുണ്ട്, ചൂടുണ്ട്, പ്രയാസമുണ്ട്. ഇതെല്ലാം യാഥാർത്ഥമായിരിക്കുമ്പോൾ തന്നെ നമുക്കും സന്തോഷിക്കാൻ ഒറ്റ ഇടവും നമുക്കുള്ളൂ. അതെവിടാ? ദൈവസന്ധിയിലാണ്, ദൈവവചനത്തിന് മുമ്പാകാണ്. അതുകൊണ്ട് ആ സന്തോഷത്തോടെയും ഹൃദയ തുറവിയോടെയും നമുക്ക് കർത്തൃപാദപീഠത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടും നമുക്കത് എന്താകും? ദൈവശക്തിയാകും. എന്നൂടെ പറയാം, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നത് നമുക്കത് എന്താകും? ദൈവശക്തിയാകും. അപ്പം അത് വിശ്വസിക്കുമ്പോഴാണ് അത് ദൈവശക്തിയായിട്ട് മാറുക. അപ്പോൾ എന്താണ് ക്രൂശിൻ്റെ വചനം? എന്തുകൊണ്ടാണ് ക്രൂശ്? എന്തിനാണ് ക്രൂശിതനായ ക്രിസ്തു? അത് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് കാണുന്നു. മനുഷ്യനുള്ള വലിയൊരു കഴിവ് അവിടെ കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ ആരായി മാറി? ജീവനുള്ള ദേഹിയായി മാറി. ബാക്ക്ഗ്രൗണ്ട്
ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുക. ജീവനുള്ള ആരായി? ദേഹിയായി. അപ്പം മനുഷ്യനുള്ള ഒരു കഴിവാണ് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. 2 ജീവനുള്ള ദേഹി. 3 അവസ്ഥകളുടെ സങ്കലനമാണ് മനുഷ്യൻ. ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവ്, ദേഹി, ദേഹം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആത്മാവ് അതാണ് ഒന്നാമത്തേത്, ദേഹി, ദേഹം. അങ്ങനെ 3 അവസ്ഥകളുടെ സങ്കലനങ്ങളാണല്ലോ മനുഷ്യൻ എന്ന് പറയുക. ആത്മാവാണ് ദൈവാംശം. കാരണം മണ്ണുകൊണ്ട് മടഞ്ഞ മനുഷ്യൻ്റെ മൂക്കിൽ ദൈവാംശത്തെ ഊതി, മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ആരായി? ദേഹിയായി. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധ റൂഹ ദൈവത്തിൻ്റെ ആത്മാവിനെ ആ മനുഷ്യനിലേക്ക് കടത്തിവിടുകയാണ്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. എന്നാൽ ദൈവം മനുഷ്യനെ ഏതെൻ്റെ തോട്ടത്തിലാക്കി വെച്ചിട്ട് പറഞ്ഞു, എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ ഒറ്റ കാര്യം, തോട്ടത്തിൻ്റെ നടുക്ക് ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. നന്മയും തിന്മയും എപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒരിക്കലും തിന്മ തിരഞ്ഞെടുക്കരുത്. പകരം എന്ത് തിരഞ്ഞെടുക്കണം? നന്മ തിരഞ്ഞെടുക്കണം. തിന്മ തിരഞ്ഞെടുക്കരുത്. പകരം എന്തെടുക്കണം? നന്മ എടുക്കണം. ഈ ഒരു തിരഞ്ഞെടുപ്പിനുള്ള കഴിവാണ് മനുഷ്യൻ്റെ പ്രത്യേകത. മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള കഴിവട്ട്, തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും മനുഷ്യനാണ്. ദൈവം നമ്മളെ ഒരു റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചേക്കുന്നത്. നമുക്ക് ചിന്താശേഷിയുണ്ട്, വിവേചനാധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യത്തെ നമ്മളെപ്പോഴും റെസ്പോൺസിബിലിറ്റി വേണം കാണാൻ. ദൈവം മനുഷ്യന് ഈ കൃപയും കഴിവും ഒക്കെ കൊടുത്തു. പക്ഷേ സാത്താൻ ഉപായത്താൽ അവയെ എന്ത് ചെയ്തു? ചതിച്ചപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ചതിച്ചപ്പോൾ മനുഷ്യൻ കൽപ്പന ലംഘനം നടത്തി, തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മനുഷ്യരാരായി മാറി? പാപികളായിട്ട് മാറി. തിരഞ്ഞെടുക്കപ്പെട്ട, കൊടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗവും പാപം തിരഞ്ഞെടുക്കുക വഴി, അവർക്ക് മാത്രം ഉത്തരവാദിത്തമുള്ള പ്രവൃത്തി വഴി മനുഷ്യൻ പാപികളായിട്ട് മാറി. ദൈവാംശം വികലമാക്കപ്പെട്ടു. ദൈവിക സ്വരൂപങ്ങൾ അതിൽ വൈകല്യങ്ങളുണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യൻ പാപികളായിട്ട് മാറി. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നു. എങ്കിലും പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണു. മനുഷ്യൻ പാപികളായി, പാപം ചെയ്ത് പാപിയായി. പക്ഷേ അവിടെ ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായത്. പാപശേഷമാണ് മനുഷ്യർക്ക് മക്കളുണ്ടായത്. മക്കൾ പാപഫലമല്ല. മക്കൾ എന്തല്ല? പാപഫലമല്ല. എല്ലാവരും ഉറക്കം പറഞ്ഞേ, മക്കൾ എന്തല്ല? പാപഫലമല്ല. മക്കൾ ആരാണ്? മക്കളാരാ? സങ്കീർത്തനം 127. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. സങ്കീർത്തനം 128. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അടുത്ത വാക്യം മറക്കരുത്, ഉറക്കെ പറഞ്ഞ്, അവൻ്റെ ഭാര്യ എങ്ങനെ ഇരിക്കും? അവൻ്റെ ഭാര്യ അവൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളികളല്ല, മുന്തിരി വള്ളി പോലെ. അതിൻ്റെ അർത്ഥം ഒറ്റ ഭാര്യ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് മുന്തിരി വള്ളികളാണോ? അല്ല. പിന്നെ ആരാ? മുന്തിരി വള്ളി പോലെ ഇരിക്കും. പക്ഷെ അടുത്തത് വായിക്കണം, അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും എങ്ങനെ ഇരിക്കും? ഒലിവ് തൈ പോലെ ഇരിക്കും. മക്കനല്ല, മകളുമല്ല. പിന്നെ ആരാ? മകനുമല്ല, മകളുമല്ല. പിന്നെ ആരാ? ഉറക്കപ്പറ, ആരാ? മക്കൾ. ഒന്നുകൂടെ പറഞ്ഞേ, മക്കൾ. ഒന്നുകൂടെ പറഞ്ഞേ, മക്കൾ മേശയ്ക്ക് ചുറ്റും എങ്ങനെ ഇരിക്കും? ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അപ്പം മക്കൾ പാപഫലമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മകനാണോ? മകൻ എന്നാണോ എഴുതിയേക്കുന്നേ? അല്ല. മകളെന്നാണോ? അല്ല. പിന്നെ എങ്ങനാ? മക്കളാ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ്? മക്കളാണ്. ഉറക്കെ പറഞ്ഞേ, എങ്ങനെയാ? മക്കളാണ്. ഈ മക്കളെ ഇന്ന് ഭാരമായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. മക്കളെ പലർക്കും ഭാരമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ട്രെൻഡിനെ കുറിച്ചൊക്കെ പിള്ളേർ പറഞ്ഞപ്പം എനിക്കും തോന്നി, പോകുന്നിടത്തൊക്കെ ഇതൊക്കെ ഒന്ന് പറയണമെന്നൊരു ആഗ്രഹവും ഒരു ദൈവ നിയോഗം തോന്നിയത് കൊണ്ടാണ് പങ്കുവയ്ക്കുക. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഡിങ്കെന്നൊക്കെ പറയും. എന്ന് കഴിഞ്ഞാൽ
ഡ്യുവൽ ഇൻകം, നോ കിഡ്സ്. രണ്ടുപേരും അധ്വാനിക്കുന്നു. ഈ IT ഫീൽഡിലും നല്ല ജോലിയൊക്കെ കിട്ടുന്നവർക്ക് നല്ല ശമ്പളം, 2-3 ലക്ഷം രൂപ ശമ്പളം. അങ്ങനെ രണ്ടുപേരും ജോലി ചെയ്യും. പക്ഷെ അവർക്ക് ആരെ വേണ്ട? നോ കിഡ്സ്. ആരെ വേണ്ട? പിള്ളേരെ വേണ്ട. പിന്നെ അവരിങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്ത് ലോകം മുഴുവൻ ടൂറൊക്കെ ചെയ്ത്, ടൂറൊക്കെ പോകാൻ പിള്ളേർ തടസ്സമല്ലേ? അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം മരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പിള്ളേർ വേണ്ടാന്ന് പറയുന്നിടത്താണ് നമ്മുടെ അമ്മമാർക്ക് വാഴ്വ്. ഇടയ്ക്ക് ഒരു കൊച്ചെൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണം, പക്ഷേ പിള്ളേർ വേണമെന്ന് പറയുന്നവനെ കെട്ടണ്ട, പ്രസവിക്കണ്ട, ഇഷ്ടമില്ല. നീ അഥവാ പ്രസവിച്ചാലും 1 കൂടുതലൊക്കത്തില്ല, 1 ഒക്കത്തുള്ളൂ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നീ എത്രാമത്തെയാണ്? ഞാൻ 3-ാമത്തെയാണ്. നിൻ്റെ അമ്മ അന്ന് 1 മതിയെന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞായിരുന്നേ നീ കാണുമായിരുന്നോ? ഇല്ല, നമ്മുടെ അമ്മമാർ അങ്ങനൊന്നും പറഞ്ഞില്ല. കിട്ടിയതെല്ലാം സ്വീകരിച്ചില്ലേ? അതുകൊണ്ടാണ് മകനല്ല, മകളല്ല, പിന്നെ ആരാ? മക്കളൊരു സന്തോഷമല്ലേ? എത്ര പ്രസവിച്ചു? മിക്കവാറും അമ്മമാരൊക്കെ ഇഷ്ടം പോലെ പ്രസവിച്ചു അല്ലേ? പ്രസവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുക. 1 അല്ല, 2 അല്ല. ചോദിച്ചോട്ടെ, സന്തോഷത്തോട്ടെ. വീട്ടിലെ 2-ാമത്തെ മക്കളൊന്ന് കൈവെക്കാമോ? 2-ാമത്തെ മക്കളൊന്ന് കൈവെക്കിക്ക്. വലിയവരും ചെറിയവരും ഒക്കെ 2-ാമത്തെ നല്ലത്. അമ്മ 2 പ്രസവിച്ചില്ലേ? 2-ാമത്തെ കൈ താത്തിട്ടോ. 3-ാമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൈ താത്തിട്ടെ. 4-ാമത്തെ 1, 2, 3, 4 ഇവിടെ ഇല്ലേ? 4 ഉണ്ട്, കൈ താത്തിട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരെ? നിങ്ങളുടെ അമ്മമാര് ജീവനോടുണ്ടോ ഇല്ലയോ? എന്നാലും 5-ാമത്തെ 5, 1 അത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ, കൈ താത്തിട്ടു. 6-ാമത്തെ 1, 6, 2. 7-ാമത്തെ മക്കളുണ്ടോ വീട്ടിൽ? 7-ാമത്തെ 1. അച്ചായന ഈ തലമുറയല്ല, ഇച്ചിരി പ്രായമാ. 7-ാമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. 8-ാമത്തെ ഉണ്ട്, അമ്മച്ചിയ 8-ാമത്തെ താത്തിട്ടു. 9-ാമത്തെ ഉണ്ട്, 9-ാമത്തെ 9-ാമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൈ താത്തിട്ടു. 10 ഇല്ല, 10 ആരും ഇല്ല. 11 ഉണ്ട്, 10. ബിജു പമ്പാവാലി 10. 11-ാമത്തെയാ ബിജു ബദർ. അയ്യോ, അമ്മ 10 കൊണ്ട് നിർത്തിയായിരുന്ന ഈ പാട്ടുകാരൻ ഉണ്ടാവുമായിരുന്നു. 11. ആ അമ്മക്ക് 11-ാമത്തേതാണ് ഈ പാട്ടുകാരൻ കിട്ടിയത്. 10 മതിയെന്ന് വെച്ചായിരുന്നെങ്കിൽ, 8 മതിയെന്ന് വെച്ചായിരുന്നെങ്കിൽ ഈ സരിഗമയൊക്കെ. എൻ്റെ ദൈവമേ, ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിയാ കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാ. അപ്പം കണ്ടോ, നോക്കിയേ, 11, 12 ഉണ്ടോ? പോട്ടെ, 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ പോട്ടെ. അപ്പം 12 ഇല്ല, ഓക്കെ. എന്നാലും 11 പ്രസവിച്ചു ഇല്ലേ? വാഴ്വ് കൊടുക്കണം. ആർക്ക്? ആ അമ്മമാർക്ക്. എനിക്കൊരാഗ്രഹമുണ്ട്, ഇങ്ങനെ ഒത്തിരി പ്രസവിച്ച അമ്മമാരെ കൊണ്ടൊന്ന് ആദരിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ജീവിതത്തിൻ്റെ സുഖവും എല്ലാം. എനിക്കാണെ 3, 4 ഉണ്ടായപ്പോൾ എന്തോ ബഹളമായിരുന്നറിയാം. ആശുപത്രി ചെന്നപ്പോലെ എല്ലാവരും എത്രാമത്തെ? 4-ാമത്തെ. നിർത്തിയോ? ഇല്ല. ഉടനെ കമൻറ്റ്, പ്രസവിച്ചാൽ പോരെ, ഞങ്ങൾ ദശാംശം തരുന്നതുകൊണ്ടല്ലേ ജീവിക്കുന്നത് വരെ പറഞ്ഞവരുണ്ട്. ചിലവൊന്നും ഇല്ലല്ലോ, നമ്മുടെ നാട്ടുകാരുടെ കാശിലല്ലേ പിള്ളേരെ വളർത്തുന്ന വരെ പറഞ്ഞവരുണ്ട്. ആശുപത്രി കിടക്കുക, തൂക്കാൻ വന്ന സൗകര്യം ചോദിച്ചു, എത്രാമത്തെയാ? 4-ാമത്തെയാ. നിർത്തിയോ? ഇല്ല. ചൂലും തിരിച്ചു പിടിച്ച് അവരങ്ങ് ചെന്നു. നോക്കേട് നോക്കിക്കോണേ, ലൈവ അറിയാം. പെട്ടെന്ന് ഇടിപ്പ് കൂടി, ഡോക്ടർ വന്നു, നേഴ്സ് വന്നു, അതൊക്കെ തൂക്കിയിട്ടു. സന്ദർശകരെ അനുവദിക്കുന്നതല്ലെന്ന്. ഒറ്റ കുറ്റം. എത്ര പ്രസവിച്ചു? 4. എന്നാലും 11 ബിജു പമ്പാവലിയുടെ അമ്മ. എൻ്റെ ദൈവമേ, അമ്മയ്ക്കൊക്കെ പുണ്യപ്പെട്ട അമ്മയല്ലേ. അപ്പം നോക്കൂ, അതുകൊണ്ടല്ലേ ഈ മോനുണ്ടായത്. ക്രൈസ്തവ കൈരളിയുടെ അനുഗ്രഹീതമായ ഗായകൻ ഏതാ? ഇന്ന് സത്യത്തിൽ ഇന്ന് ഈ പാട്ടുകാരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാട്ടുകാരുണ്ടോ? ഇല്ല. ഉള്ളതെല്ലാം വർഷിപ്പാ. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുക. പണ്ടായിരുന്നു ഈ പാട്ടുകാരുള്ളത്. മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം ഇപ്പോൾ കുമാരൻ
സഹോദരൻ നമുക്ക് വേണ്ടി പാടുന്നു. ശ്രദ്ധയോടെ കേൾക്കാം. എവിടെങ്കിലും കേൾക്കാനുണ്ടോ? ഇല്ല. പരസ്യോത്തിന് പോയാലും വർഷിപ്പാ. പാട്ടുകാരെ വേണ്ടേ? പാട്ടുകാരില്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരപജയ. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? മറ്റേ എല്ലാ കൺവെൻഷൻ്റെ ആദ്യം പാട്ടുകാരാണ്. ആദ്യത്തെയൊക്കെ ആൾക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെ പിള്ളേർക്കെല്ലാം ഓരോ അവസരം കൊടുക്കും. കുമാരി കൊച്ചു പെണ്ണ് പാടും, കൊച്ചു പിള്ളേർ പാടും. ആൾ വന്ന് തുടങ്ങുമ്പോഴത്തേന് ആരാകും? നല്ല നല്ല പാട്ടുകാരാകും. അപ്പോൾ ആദ്യം ഒരാൾ ഇൻട്രൊഡക്ഷൻ പറയും. എന്തിനെക്കുറിച്ച്? അത് നല്ല സാഹിത്യത്തിലാണ് പറയുക. ആ പാട്ടൊക്കെ അന്തരീക്ഷങ്ങളൊക്കെ ഇന്ന് പോയി ആകെപ്പാടെ മിക്കപ്പാറും ഒരു പാട്ട് കേൾക്കുക സ്വത്രാഴ്ചയ്ക്ക് മാത്രമാണ്. അതൊഴിച്ച് പാട്ടുകളില്ല. എല്ലാവരും ഒന്നിച്ച പൊക്കോട്ടെ, എൻ്റെ വിഷയം അതല്ല. എന്നാലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ നോക്കൂ. 2 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇന്നുകൊണ്ടാണ് നാം ചിന്തിക്കുക. അപ്പം മക്കൾ പാപഫലമല്ലെങ്കിലും മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടായെന്നറിയാമോ? പാപത്തിന് ശേഷം മക്കളുണ്ടായത് കൊണ്ട് എന്തുണ്ടായി? പാപ സ്വഭാവം ഉണ്ടായി. അത് മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? പാപം ചെയ്യിപ്പിക്കാൻ തുടങ്ങി. 2, പാപം വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ദൈവം നിയമം കൊണ്ടുവന്നു. അതാണ് മോശ വഴി കൊടുത്ത നിയമം. മോശ വഴി കൊടുത്ത നിയമത്തിൻ്റെ പ്രത്യേകത, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, രൂപങ്ങളെ ആരാധിക്കരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. 10 കൽപ്പനകൾ. ആ കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളും നിയമം കൽപ്പന കൊടുത്തു. ഒറ്റ ഉദ്ദേശത്തിനാ. കൽപ്പന ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടത്തില്ലേ? കൽപ്പന ലംഘിച്ചാൽ ശിക്ഷ കിട്ടും. ഏത് കൽപ്പന ലംഘിച്ചാലും ശിക്ഷ കിട്ടും. ഉദാഹരണം, മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. മനുഷ്യൻ കുടിച്ചപ്പോൾ ശിക്ഷ കിട്ടി. അതാണ് കരൾ പോയത്. വലിച്ചു, മന്ദിരത്തെ നശിപ്പിച്ചു. അപ്പോൾ എന്ത് കിട്ടി? ശ്വാസകോശാർബുദം. 3, നിന്റെ വാ കൊണ്ട് എന്നെ സ്തുതിക്കണം. നിന്റെ വായ നീ വിസ്താരത്തിൽ തുറക്ക. അതിനകത്ത് ശമ്പു ഇട്ടു, കിട്ടി ശിക്ഷ. എന്താ? വായില് ക്യാൻസർ. അപ്പോൾ ഏത് തെറ്റ് ചെയ്താലും എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. ദൈവം മനുഷ്യനോട് പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ നീ എന്ത് ചെയ്യണം? ഉപജീവനം കഴിക്കണം. മനുഷ്യൻ വേർത്തില്ല. പണ്ടെല്ലാം മനുഷ്യരും വേർത്തിട്ടേ കഴിക്കത്തുള്ളായിരുന്നു. രാവിലെ അച്ഛൻ എഴുന്നേറ്റ് അയ്യത്തൊന്ന് പോകും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, വേർത്തും. പശുവിനെ ഒന്ന് അഴിച്ച് കെട്ടുവോ തീറ്റുവോ ഒക്കെ ചെയ്യും. അമ്മ വന്നു അടുക്കളയിൽ നിന്ന് അടുപ്പിൽ നിന്ന് ചാരം വാരി വെള്ളം വെച്ചു. പിന്നെ നേരെ മുറ്റത്തിറങ്ങി മുറ്റം മുഴുവൻ എന്ത് ചെയ്യും? തൂക്കും. വേർത്തിട്ട് കഴിച്ചു. കുഴപ്പമൊന്നുമില്ല. ഇരുന്നാഴി അറിയണ്ട ചോറുണ്ടാലും ഒരു കുഴപ്പവും ഇല്ല. ഇന്നത്തെ പിള്ളേർക്ക് എന്തോ വേണ്ട? ചോറ് വേണ്ട. എല്ലാത്തിനും ഡയബറ്റിക്ക. ശിക്ഷയാ. വേർക്കാതെ കഴിച്ചപ്പം കിട്ടിയ ശിക്ഷയുടെ പേരാണ് എന്ത്? ഡയബറ്റിക്. പ്രഷർ പറയുന്നില്ല. എളിയവനും ഉണ്ട് ഇച്ചിരി. പ്രാർത്ഥിച്ചോണേ. ഇച്ചിരിയുണ്ട്. ശിക്ഷയാ. കിട്ടിയതാ. വേർക്കുക. ഡോക്ടർമാരായ ഡോക്ടർ എല്ലാം പറയുന്നത് പാസ്റ്റേ കൈവീശി എന്ത് ചെയ്യണം? നടക്ക്. എന്തോ ചെയ്യാനാ? വന്ന് കിടക്കുമ്പോൾ ഒരു രാത്രി സമയമാവും. നേരം വെളുത്ത് പിന്നെ എഴുന്നേക്കാൻ പാടാ. എന്നാലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നടക്കാനൊക്കെ ഇഷ്ടമാണേലും നടക്കത്തില്ല. എന്നാലും ആകെ സമാധാനമുള്ള ഒറ്റ കാര്യത്തിനാ നടക്കാൻ പോയ സുഹൃത്തിനെ വണ്ടി ഇടിച്ച് ചത്തുവെന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് സന്തോഷമല്ല, സങ്കടമായി. അവൻ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു 10-65 വയസ്സ് വരെ ജീവിച്ചേനെ. വണ്ടി ഇടിക്ക് പോവോ? ഇല്ല. ഞാനും പോയി നടക്കാൻ. രാത്രി പട്ടി കടിച്ചു. അതോടുകൂടി ഞാനും പരിപാടി കുറച്ചു. പട്ടി കടിച്ചെന്ന് പിന്നെ നടക്കാൻ പോയപ്പം അപ്പോൾ നടക്കാൻ പോയാൽ ഒന്നീ പട്ടി അല്ലേ വണ്ടി. ഏതായാലും വേർത്തില്ലെങ്കിൽ ശിക്ഷ. കണ്ടോ മനുഷ്യരല്ല. നിയമം ലംഘിച്ചപ്പോൾ എന്തോ കിട്ടി? ശിക്ഷ കിട്ടി. അപ്പം തമ്പുരാൻ നിയമം കഠിനമാക്കി. അതിൻ്റെ പേരാണ് ശാപം എന്ന് പറയുക. എന്താ ശാപം? ശിക്ഷ നമുക്കാ. ശാപം ആർക്കാ? ശിക്ഷ നമുക്കാ. ശാപമോ? പറഞ്ഞേ, വിശ്വാസികളല്ലേ? ശാപമോ ആർക്ക് വരുന്ന? നമുക്ക് വരുന്നതിൻ്റെ പേരല്ല ശാപം. നമ്മൾ തൊട്ട് എങ്ങോട്ട് പോകും? താപ്പോട്ട്. എത്ര തലമുറ? മിനിമം എത്ര തലമുറയ്ക്ക് വരാം? 4 തലമുറ. മിനിമം 4 തലമുറ. എന്തിനാ 4 തലമുറ എന്ന് പറയാൻ കാര്യമുണ്ട്. മാക്സിമം ഒരു ആയുസിൽ എത്ര തലമുറ വരെ കാണാം? മക്കളുടെ മക്കള് മാക്സിമം എന്തുകൂടെ കാണാം? അവരുടെ മക്കൾ. അപ്പോൾ എത്ര തലമുറയായി? 4 തലമുറ. 4 തലമുറ വരെയൊക്കെ മനുഷ്യൻ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മനശ്ശയുടെ മക്കൾ, മാക്കീരിൻ്റെ മക്കൾ, ജോസഫിൻ്റെ മടി വളർന്നു എന്നുണ്ട്. ഇയ്യോബ് മക്കളുടെ മക്കളെയും അങ്ങനെ എത്ര തലമുറ? 4 തലമുറ. ഇയ്യോബ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ 4 തലമുറ വരെ ശാപം വരുമെന്ന് പറയാൻ കാര്യം ശപിക്കാനല്ല. മക്കൾക്ക് ദോഷം വരുന്നതൊന്നും എന്ത് ചെയ്യരുത്. മക്കൾക്ക് ദോഷം വന്നാൽ എങ്ങനെ ശാപം വരാം? ദുർമന്ത്രവാദം, കൊണ്ടികൂടോത്രം, താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി അന്യദൈവാരാധനകളും കൊണ്ടികൂടോത്രങ്ങളൊക്കെ ചെയ്താൽ എന്ത് വരാം?
ശാപം വരാം. കൊണ്ടിക്കൂടോത്രം അപ്പുറത്തുള്ളവരെ ഓടിക്കാനാ ശാപം വരുത്താം. 2, അധാർമികമായ ലൈംഗിക ജീവിതം ശാപം വരുത്താം. ജീവിതത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾക്ക് പുറത്ത് മറ്റ് ബന്ധങ്ങളിലേക്ക് പോയ ലൈംഗിക പാപങ്ങൾ ശാപങ്ങൾ വരുത്താം. എന്താ കാര്യം ചോദിച്ചാൽ, ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ അവകാശം, ഭർത്താവ് ഭാര്യയുടെ അവകാശം. അവൻ്റെ ഭാര്യയെ വേറൊരുത്തൻ വളച്ചാൽ, അവളുടെ ഭർത്താവിനെ വേറൊരുത്തനും വളച്ചാൽ അവൾ ഉള്ളുരുകി പ്രാകും, മുടിഞ്ഞു പോകും, തലയിടുത്തീ വെട്ടും. ജീവിതത്തിൽ ഗുണം വരത്തില്ലടി, കുറച്ചേക്കും. കാരണം കൂടാത്ത ശാപം എന്ത് ചെയ്യത്തില്ല, ഏക്കത്തില്ല. അവളെ വളച്ചിട്ട് ശാപം ഏൽക്കുകയും ചെയ്യും. ഏക്കത്തില്ലേ? വല്ലവൻ്റെ കെട്ടിയവൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോയിട്ട് സൂഹിക്കാമെന്ന് ചിന്തിക്കരുതേ. തകരും, അവൾ പ്രാകും. അല്ല പിന്നെ അവൾ ഫ്രീ ആയിട്ട് തരണം, കൊണ്ടുപോക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ തരുമോ? ഇല്ല. എത്ര മോശമാണെങ്കിലും തരുമോ? ഇല്ല. അപ്പോൾ എന്തോ പറ്റുമെന്ന്? ശാപം വരും. ഈ ശാപമെല്ലാം മനുഷ്യകുലത്തിൽ വരും. പിന്നെന്തോ വരുമെന്നറിയാമോ? അവരെന്നെ പീഡിപ്പിക്കുന്നത് എന്ത് വരുത്താം? ശാപം വരുത്താം. പാവങ്ങൾ, വിധവ, അനാഥൻ എന്ത് വരുത്താം? ശാപം വരുത്താം. കേൾക്കാമല്ലോ പുറകില്, അനാഥൻ, വിധവ, ഇതൊക്കെ അവരെ പീഡിപ്പിച്ച എന്ത് വരുത്തും? ശാപം. സത്യമാണ് കേട്ടോ. അനാഥരെ പീഡിപ്പിച്ച ശാപം വരും. ശാപം വരും. ഒരു എനിക്കറിയാവുന്ന അനാഥയായ ഒരു സഹോദരി ജോലിക്ക് നിൽക്കുക കേട്ടോ. അനാഥയായ ഒരു സഹോദരി ജോലിക്ക് നിൽക്കുക. കഴിക്കാൻ വന്ന വീട്ടിലെ ഒരു കാരണവര് എന്തോ ഇഷ്ടപ്പെടാതെ ഇതിനെ 2 തുപ്പും ആ കഴിച്ചതെടുത്ത് ഒരു എറിഞ്ഞിട്ട് പോയി. താണ്ട് കടക്കേന്ന് എഴുന്നേറ്റിട്ടില്ല, ഒറ്റ തെന്നി അടിച്ചൊരു വീഴ്ച. ഒറ്റ കാര്യ. ആരുടെ കണ്ണീരാ? അനാഥൻ്റെ കണ്ണീരിന് ഭയങ്കര വിലയാ. അനാഥൻ, വിധവ, അവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ദ്രോഹിക്കരുത്. വേദവചനം പറയുന്നു. ഇനി മറ്റൊരു കാര്യം സഭയും നാട്ടുകാരും മനസ്സിലാക്കണം. പുറകെ നടന്ന് ഈ ഉപദേശിമാരെ വഴക്കുണ്ടാക്കല്ലേ. എന്തോ വരുത്തും? ശാപം വരുത്തും. അതുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് ശാപം മാറി വന്നവരും പിന്നെയും പലപ്പോഴും ബന്ധിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉരുകുന്ന ഒരു കൂട്ടരുണ്ട്. ആരാ? ഉപദേശിമാർ. അതിലും ഉരുകും അങ്ങേരുടെ ഭാര്യ, അതിലും ഉരുകും പിള്ളേർ. നാണക്കേടല്ലേ? ഇരുന്നുരുകും. അപ്പോൾ എന്തോ ചെയ്യരുത്? ദൈവസഭയ്ക്കകത്ത് എന്തോ ഉണ്ടാക്കരുത്? പ്രശ്നം ഉണ്ടാക്കരുത്. ശാപം മാറി സഭയെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്തോ വരാം? ശാപം വരാം. ഇതെല്ലാം കണ്ണിന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ണിന് കണ്ടിട്ടുണ്ട്. ഒത്തിരി സത്യമായ കാര്യങ്ങളുണ്ട്. ഞാനൊരു വിദേശത്തൊരു സ്ഥലത്ത് പോയി. അപ്പം വലിയൊരു നല്ല ജോലിയുള്ളൊരു സഹോദരൻ, ആഡംബര കാറും നല്ല, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അറിഞ്ഞു, പ്രിൻസേ വന്നേ, ഇച്ചിരി മൂത്ത, എന്നാലും എടോ തന്നോട് എനിക്കൊരു ഇഷ്ടം തോന്നിയടോ. ഞാനങ്ങനെ ആരോടും അധികം ഒന്നും സംസാരിക്കത്തൊന്നുമില്ല, ഒരു അകലം വിട്ടേ നിൽക്കത്തുള്ളൂ. എന്നാലും എനിക്ക് തന്നോടൊരിഷ്ടം. നമുക്കൊരു റൈഡ് പോകാം. എന്നെ കാറെ കയറ്റിപ്പോയി. കഥ പറയാൻ കൊണ്ടുപോയതാ. പോയ വഴിക്ക് പറഞ്ഞു, എൻ്റെ അച്ചായന് ഒരു പാവം പിടിച്ച ഉദ്ദേശിയായിരുന്നു. അവിടെ വളർന്നേ. എന്നാലും തന്നോട് എനിക്കൊരു ഇഷ്ടം തോന്നിയോണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വളർന്നുകൊണ്ട് പിന്നെ ഒത്തിരി അങ്ങ് മാറിപ്പോയി. പുള്ളി എന്നോടൊരു കഥ പറഞ്ഞു. അച്ചായൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം പുറകിയിരുന്ന ഒരു അച്ചായൻ എഴുന്നേറ്റ്, മോനെ എൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു, ഞാൻ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ആക്കട്ടോ, എന്നാലും നിങ്ങൾ ഇടയ്ക്കൊക്കെ ശരിയാവും. ഞാൻ ഈ ചിലപ്പോൾ അകലെ അടുക്കം ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹൗളിങ് വരുന്നത്. നിങ്ങളതൊന്നും മാനേജ് ചെയ്താൽ മതി. എൻ്റെ കുറ്റമാണ്, എന്നാലും ഒന്ന് നോക്കുക. അപ്പോൾ ഈ അച്ചായൻ ഏതാണ്ട് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പുറകിൽ നിന്ന് അങ്ങ് എഴുന്നേറ്റു നിർത്തൂ. അപ്പോൾ അച്ചായൻ പറഞ്ഞു, സഹോദരാ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യോഗാനന്തരം പറയാമെന്നും തൽക്കാലം അവിടെ ഇരിക്കണമെന്നും ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഒച്ച കുട്ടിയോ, ഇപ്പം കാണിക്കാം, ഓടിപ്പോയി ഫീസ് ഊരാനാ. അച്ചായൻ പറഞ്ഞു, മോനെ, എലിയെ തോപ്പിച്ച് ഇല്ലം ചൂടല്ലേ, എന്നെ തോപ്പിച്ച് ഫീസ് ഊരല്ലേ. ഫീസ് ഊരി സ്കൂട്ടർ എടുത്ത് ഒറ്റ പോക്ക് വന്ന വണ്ടി അരയ്ക്ക് താപ്പോട്ട് കയറി അങ്ങ് ഇറങ്ങി. പറഞ്ഞ സാക്ഷ്യ ഫീസ് ഊരി. അന്നേ ഞാനിതെങ്ങാണ്ട് പറഞ്ഞപ്പോൾ ആരാണ്ട് പറയുക, പുരോഹിത വർഗത്തിൻ്റെ ഭീഷണിയാ. അല്ല, നമ്മളാരെ ഭീഷണിപ്പെടുത്താനാ? അപ്പം നോക്കണേ എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, ഫീസ് ഊരിക്കൊണ്ട് പോയപ്പോൾ അച്ചായൻ പറഞ്ഞ്, ഫീസ് ഊരല്ലേ. എന്തോ ഊരും? ഫീസൊന്നും ഊരല്ലേ, ഫീസ് ഊരും. എനിക്ക് ഇതിനെ ഒരു ഫീസ് ഊരാൻ വന്ന ഒരാളെ
ലൈനേ ഇരുന്ന ഫീസ് ഊരിപ്പോയി, അത് പൊക്കോട്ടെ. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള. നമ്മുടെ ഫീസ് ഊരാൻ വന്നവൻ ലൈനേ ഇരുന്ന് പോയി. എൻ്റെ ദൈവമേ, എന്തുണ്ട് ശാപം മക്കൾക്കും വരാം, മക്കളുടെ മക്കൾക്കും വരാം. ഈ മക്കൾക്ക് വരുമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? മക്കളെല്ലാം കേൾക്കണം. മക്കൾ കേൾക്കണം. കുറേ ഇടയ്ക്കൊക്കെ കാണും, വണ്ടിയെല്ലാം ഒരു കുഞ്ഞേ ഉള്ളൂ, ഇവിടെയൊക്കെ കാണുമല്ലോ. ഈ മക്കൾക്കൊന്നും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാന്ന്? മക്കൾക്ക് വേണ്ടിയാ. ഇതുങ്ങൾക്കിത് അറിയത്തില്ല കേട്ടോ, ഇതുങ്ങൾക്കിത് അറിയത്തില്ല. അവർ ജീവിക്കുന്നത്, അവർ ചിന്തിക്കുന്ന അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നാ. നല്ല അടി വെച്ച് തന്നാ ഉണ്ടല്ലോ, രാത്രി വന്നാൽ പാടെ തൊടും, എന്നിട്ട് കരയും, തൂക്കും. നിനക്ക് ഒന്നും ഇഷ്ടമാന്ന്. അല്ല, നിന്നെ അടിച്ചിട്ട് നമ്മളങ്ങ് സുഖമായിട്ട് കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാം. അത് പോലീസുകാർ. നമ്മളതല്ല. നമ്മളൊരടി കൊടുത്ത സങ്കട ആണോ? നല്ല അടി കൊടുത്താൽ രാത്രി ഉറക്കം വരത്തില്ല. തണുത്ത് കിടക്കുന്ന കണ്ടാൽ നമ്മുടെ ചങ്ക് പൊളിയും ചെയ്യും. എന്നാലും വേണ്ട എന്ന് വെച്ചാലും മേടിച്ചുകൊണ്ട് പോകും. അത് വേറൊരു കാര്യം. എരന്ന് മേടിക്കുകയും ചെയ്യും ഇതുങ്ങൾ. എന്നാലും പൊക്കോട്ട്. അടിക്കുന്ന സന്തോഷം കൊണ്ടാണോ? അല്ല. അപ്പോൾ അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. മക്കൾക്ക് ദോഷം വരുന്ന കാണുമോ? ഇല്ല. പക്ഷെ ഈ മക്കളോ, അതുങ്ങൾക്ക് ഇതറിയത്തില്ല. അവളോർക്കുന്നത്, അവനോർക്കുന്നത് 18 എല്ലാം ആയെന്ന പച്ച ഇറങ്ങിപ്പോയി. ഉപ്പാപ്പൻ എന്നെ വിളിച്ചു പോയി. ഞാൻ പറഞ്ഞു പേടിക്കാതെ. എത്ര വയസ്സായി? പ്ലസ് ടുവിലോട്ട് കയറിയുള്ളൂ. 17 വയസ്സ്. ആണോ? പേടിക്കരുത്, ബഹളം വെക്കരുത്, നാട്ടുകാരെ അറിയിക്കരുത്, ഭാവി കളയരുത്. ഞാൻ ഇടപെടാം. ഇതൊക്കെ വഴിയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്തുവെച്ചോളാം. ആരെ അറിയിക്കാതെ രണ്ടിനെയും പൊക്കിക്കൊണ്ട് വരാം. എന്നിട്ടോ അപ്പോൾ അവർ ചോദിക്കുക എത്ര വയസ്സായി? 18 വയസ്സ്. കോടതി കൊണ്ടുവരും, ഇടപെടാം, ചേംബറിൽ കൊണ്ടുവരാം. കോടതി ആരും അറിയത്തില്ല എത്ര വയസ്സായി. 18 വയസ്സ്. പക്ഷേ മര്യാദയ്ക്ക് പോയി 18 ആകുമ്പം അതുവരെ നമ്മുടെ കൈ കിട്ടും. 6 മാസം മതി. ഞാൻ കെട്ടഴിച്ചോളാം. ഉറപ്പാ. കൈ കിട്ടിയാൽ കെട്ടഴിക്കും. മിക്കവാറും കെട്ടൊക്കെ അഴിയും കേട്ടോ. എങ്ങനെയാണെന്നറിയാമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ അഴിക്കും, എങ്ങനെങ്കിലുമൊക്കെ അഴിക്കും. അത് വേറെ കാര്യം. ഏതായാലും ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ വിളിച്ചു പറഞ്ഞു ഇന്നലെ 18 ഇന്നലെ 18 വീട്ടുകാരെ ഓർത്തില്ല. പക്ഷെ ആർക്കറിയാം? ചെറുക്കനും പെണ്ണും 18 നോക്കിയിരിക്കുക. 18 കൊണ്ട് എല്ലാം തികഞ്ഞെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? 18 അന്ന് ഇറങ്ങിപ്പോയ ഒരു പെങ്കൊച്ച് അതിലത് അടിച്ച് ബഹളം വെച്ച് പോയതാ. ഞാൻ കേട്ടു. അത് 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവൾ മരിച്ചുപോയി. അപ്പൻ്റെ അമ്മയുടെ കണ്ണീരാ. എന്തോ വരും ശാപം. ഞാനിതിനകത്തൊക്കെ ഇടപെട്ട കേട്ടോ. നമുക്കൊരു പ്രശ്നമുണ്ട്. മനുഷ്യൻ്റെ സങ്കടം കാണുമ്പോൾ ഇടപെട്ടു പോകും. ചിലപ്പോഴും തീരുമാനിക്കുകയും ഇല്ലെന്ന്. എന്നാലും മനുഷ്യൻ്റെ സങ്കടം കാണുമ്പോഴൊക്കെ പുറകെ പോകണ്ടേ? പോവും. എന്നാലും എൻ്റെ പ്രിയരെ, ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം, അപ്പനും അമ്മയും ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നേ? മക്കൾക്ക് വേണ്ടിയാണ്. ശാപം വരുമെന്ന് പറഞ്ഞത് ദോഷം വരുത്താനല്ല. ഈ മക്കളെ ഓർത്ത് എങ്ങനെ ജീവിക്കണം? നന്നായിട്ട് ജീവിക്കണം. പക്ഷേ അകത്ത് കിടക്കുന്ന പാപം എന്ത് ചെയ്യിപ്പിക്കും? പാപം ചെയ്യിപ്പിക്കും. ഈ പാപം ജയിക്കുമ്പോൾ എന്തു വരും? ശാപം വരും. അങ്ങനെ ശിക്ഷയും ശാപവും മരണവും മനുഷ്യനെ വേട്ടയാടി. എങ്ങനെ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. പാപത്തിൻ്റെ പരിഹാരം ചെയ്യണം. പാപത്തിൻ്റെ പരിഹാരമാണ് യാഗം. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ആര് മരിക്കണം? ഒരു മൃഗം മരിക്കണം. മൃഗമോ പ്രാവോ ആടോ കാളയോ ഒക്കെ കൊണ്ടുവരണം. യാഗങ്ങൾ വിശദമായ വിഷയങ്ങളാണ്. എന്നാലും യാഗങ്ങളുടെ ഒരു വളർച്ച വേദപുസ്തകത്തിൽ കാണാം. ഇസഹാക്ക്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? യാഗം കഴിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, അബ്രാമേ ബാലിൻ്റെ മേൽ എന്ത് ചെയ്യരുത്? കൈ വെക്കരുത്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു കൊമ്പ് കാട്ടിക്കുരുങ്ങി ആട്ടുകൊറ്റം കിടക്കുന്നു. എടുത്തു, യാഗം കഴിച്ചു. ആർക്ക് പകരം? ഇസ്ഹാക്കിന് പകരം. 12-ാം അധ്യായം പുറപ്പാട്. ഒരു കുടുംബത്തിന് ഒത്തവണ്ണം ഒരു ആടിനെ എടുക്കണം. അതിൻ്റെ പേരാണ് പെസഹ. ഒരു കുടുംബത്തിന് ഒത്തവണ്ണം ഒരു ആട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം. ഒരു രാഷ്ട്രത്തിൻ്റെ പാപം ഒരാടിൻ്റെ തലമേൽ ചുമത്തും. ആ ചീട്ട് വീണ ആടിനെ കൊണ്ടുവന്ന് മഹാപാപ പരിഹാര ദിവസം ഇതിൻ്റെ പുറത്ത് കൊണ്ടുപോയി കൊല്ലും. അതാണ് എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത്. അഹോവൃത്തി കഴിപ്പാൻ, പുരോഹിതന്മാർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. അങ്ങനെ യേശുവും നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് കഴിച്ച ഏകയാഗത്തിലൂടെ പാളയത്തിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് നാം അവൻ്റെ ഇന്നുകൊണ്ട് എവിടെ പോകണം? പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലണം. എബ്രായ ലേഖനം 13-ാം അധ്യായം. അപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ, ഒരു രാഷ്ട്രത്തിൻ്റെ പാപം
ഈ ആടിൻ്റെ മേൽ ചുമത്തും. വളർച്ച പൂർണ്ണതയെത്തി നിൽക്കുന്നത് യേശു എന്ന കുഞ്ഞാട് ജഡാവതാരം എടുത്തപ്പോഴാണ്. യേശു നടന്നു പോയപ്പോൾ യോഹന്നാൻ പറയുന്നു, ഇതാ, ചേർന്ന് പറഞ്ഞേ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരു വീടിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല വളർന്നു, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല വളർന്നു. ലേവ്യ പുസ്തകത്തിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പോരാ, മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരിതാ വരുന്നു, ആരിതാ വരുന്നു, യേശു രക്ഷകന് അല്ലയോ. നോക്കൂ, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തു. ഈ ജഡാവതാരം എടുത്ത ക്രിസ്തു 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കാണുന്നു. പിന്നുള്ള ഒരു അജ്ഞാത കാലത്തെ നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. അധ്വാനിച്ചു, മരപ്പണി ചെയ്തു. അതുകൊണ്ടാണ് മൈ ബോസ് ഹീസ് എ ജൂവിഷ് കാർപ്പൻ്റർ എന്ന് പലയിടത്തും എഴുതി വച്ചിരിക്കുന്നത്. കഷ്ടപ്പെട്ട് മരപ്പണി ചെയ്തു. അതുകൊണ്ടാണ് ആ മരപ്പണിക്കാരൻ തൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ലോകത്തോട് വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാം, ആശ്വസിപ്പിക്കാം. ഒരു ക്ഷമിക്കണേ, എല്ലാ ബഹുമാനത്തോടും ഒത്തിരി നന്മകളുണ്ട് ഇന്നത്തെ മക്കൾക്ക് കേട്ടോ. ഒത്തിരി നന്മകളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു നന്മ ഞാൻ പറയാം. ഇന്നത്തെ മക്കളുടെ ഒരു നന്മ ഞാൻ കണ്ടത്, ഞാൻ ഒത്തിരി അടുത്ത് പോകുന്നതല്ലേ, ഒരു കാര്യത്തിൽ നമ്മുടെ മക്കൾ നല്ലതാണ്. ജാതി വ്യവസ്ഥത കൊടുമ്പുരി കൊണ്ട ഒരു പശ്ചാത്തലം ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇന്നത്തെ മക്കൾക്കൊരു വലിയ ഗുണമുണ്ട്. എന്തില്ല? ജാതിബോധം പറയത്തില്ല. ജാതി പറയാത്ത ഒരു നല്ല സംസ്കാരം ഇന്നിൻ്റെ തലമുറയ്ക്കുണ്ട്. അവർ ഈ കൂട്ടുകാരുടെ എടുക്കലൊന്നും ജാതി പറയത്തില്ല. അതൊക്കെ പണ്ടത്തെ അച്ഛന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഇന്നത്തെ പിള്ളേർ വഴക്കുണ്ടാക്കും അപ്പനോ അമ്മയോട്. നിങ്ങൾ എന്തോ വർത്താനായി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളോട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതും പോയി. പെണ്ണും എന്തായി? ഈക്വൽ സ്റ്റാറ്റസായി. ആയോ? പെണ്ണും ഈക്വൽ സ്റ്റാറ്റസായി. ഇന്ന് ഒരു പരിധി വരെ ആണിനേക്കാൾ മികച്ച് നിൽക്കുന്ന ആരാ? പെണ്ണ. എല്ലാ നിലയിലും ആണിനേക്കാൾ മികച്ച് നിൽക്കുന്ന പെണ്ണ അല്ലേ? പെണ്ണാണ്. അതുകൊണ്ടാണ് ഈ ആൺപിള്ളേരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പെണ്ണ് ഭയങ്കര പുള്ളിയാണ്. ഒരു ഉദാഹരണം പറയാം. പെണ്ണിനെ ഇടിച്ചു താക്കുകയല്ല. പണ്ടത്തെ പെണ്ണാണോ? ഇല്ല. ഇത് ന്യൂജം പെണ്ണ. അതറിയാതെ പോയി കെട്ടരുത് കേട്ടോ. ന്യൂജം പെണ്ണ. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോഴത്തെ ആൺപിള്ളേർ ആൺപിള്ളേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, മിക്കവാറും ഈ ബർമുഡ പോലെ നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് യാത്രയ്ക്കൊക്കെ പോകുന്നത് അല്ലേ? അവർ ബസ്സിലൊക്കെ യാത്ര പോകുന്നത് എന്തിട്ടുകൊണ്ടാണ്? നല്ല കോസ്റ്റ്ലി നിക്കറുണ്ട്. നല്ല പാൻറ്റ് പോലെ തന്നെ 10,000, 1,500, 2,000 രൂപയുള്ള സ്റ്റാൻഡേർഡ് നിക്കർ. ക്ഷമിക്കണം, ആമ്പിള്ളാടെ നിക്കർ എന്തോരം ഇറക്കം കാണും? മുട്ട് വരെ ഉണ്ടോ? എന്നാൽ ഈ പെമ്പിള്ളാടെ നിക്കറിന് എവിടം വരെ ഇറക്കമുണ്ടെന്നറിയാമോ? കാണിക്കാനൊക്കത്തില്ല. അവിടം വരെ ഇറക്കം. ഇനി ഒന്നുമില്ല, അവിടം വരെ ഉള്ളൂ. അത്രയുള്ളതാ. അതിനും 2,000 രൂപ കീറിയിട്ടേക്കുന്ന സാധനത്തിന് അത് മേളി വരെ ഉണ്ട്. ആ പെമ്പിള്ളാരുന്ന ഒത്തിരി പേര് ഇപ്പോൾ ആഭരണം ഉപയോഗിക്കാത്തവരാ. വലിയ കാതിപ്പൂ ഒന്നും ഇടത്തില്ല. മിക്കവരും കാത് പോലും കുത്തിയിട്ടില്ല. പക്ഷെ ഇവന്മാരെല്ലാം എന്താ കുത്തി? കാതെ കുത്തി. പെമ്പിള്ളാരാണെങ്കിൽ ചിലപ്പം വല്ല പരിപാടിക്കൊക്കെ നൂല് പോലത്തെ മാല ആണോടി വച്ചേ അല്ലേ? അതിൻ്റെ അറ്റത്തൊരു നല്ല ഡയമണ്ട് പോലെ ഇച്ചിരി വിലയുള്ളൊരു സാധനമൊക്കെ ഇട്ട് അവൾ സിമ്പിളായിട്ട് പോകും. ഇവനോ ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെയും കുത്തി. കണ്ടിട്ടുണ്ടോ? ഇവിടെയും കുത്തി. അപ്പം ഇവൻ കുത്തി അടക്കുന്നു. പെമ്പിള്ളേരെല്ലാം ബോബി ചെയ്ത് ബുള്ളറ്റേ പോവുക. ഇവനോ മുടി വളർത്തി കെട്ടി വെച്ച് ആക്റ്റീവായ പോവുക. ഇവൻ ആക്റ്റീവായി ഡ്രെന്ന് പോകുമ്പോൾ അവള് ബോബൊക്കെ ചെയ്ത് നിക്കറൊക്കെ ഇട്ട് എന്തത്തെ പോവാ? ബുള്ളറ്റേ പോവാ. അവളെ കെട്ടുമ്പോൾ സൂക്ഷിക്കണം. തീക്കളിയാണിത്, തീക്കളിയാണേ ഓർത്ത് കളിച്ചോ, സൂക്ഷിച്ചോ കേട്ടോ, സൂക്ഷിക്കണം. അവനോടാണ് നമ്മൾ പറയുന്നത്, നീ ഇവന് കീഴ്പ്പെട്ടിരിക്കണം. അവളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ചെറുക്കനോടാ പറയണ്ടേ, ചെറുക്ക നീ ക്രിസ്തു സഭയെ സ്നേഹിച്ചതിൽ ഈ പെണ്ണിനെ എന്ത് ചെയ്തോണം? സ്നേഹിച്ചോണം. നമ്മുടെ അമ്മച്ചിമാർ തൊഴുത് ഇന്നുപോലെ ഒന്നും ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. നിൽക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. നിന്നാൽ പുണ്യമെന്ന് ഓർത്താൽ മതി. നിന്നാൽ പുണ്യമെന്ന് ഓർത്താൽ മതി. അപ്പം നോക്കണേ എൻ്റെ പൊന്ന് പ്രിയമുള്ള മക്കളെ, എന്താ സംഭവിച്ചത്? ഞാൻ ഒന്ന് പറഞ്ഞു പോവുക. കുടുംബം അപ്പോൾ ആണും പെണ്ണും തമ്മിലെല്ലാം ഇന്നത്തെ പിള്ളേർക്ക് എന്തില്ല? ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. എന്നാലും അവർ ഈ ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം ചങ്ക് ബ്രോയാന്ന് നമ്മൾ പറഞ്ഞു. ഇവരെ നിങ്ങളെല്ലാം പ്രേമമാ? ഒന്നുമല്ല. ആണും പെണ്ണും എല്ലാം നല്ല ഗായിങ്ങാണ്, നല്ല കൂട്ടാണ്. അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപകടമുണ്ട്. അതിർവരമ്പുകൾ എന്ന് ലംഘിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് കാര്യം. എന്നാലും ഇവന്മാരെല്ലാം എന്താ? ഭയങ്കര കൂട്ടാ. ഈ പെൺപിള്ളേർക്ക് പെൺപിള്ളേരെക്കാട്ടിലും ഇഷ്ടം ആൺപിള്ളേരുമായിട്ട് കമ്പനി കൂടുന്ന. പ്രേമമൊന്നും അല്ല, കൂട്ട്. എന്താണെന്നറിയാം? പെൺപിള്ളേർ നുണ പറയും, ആൺപിള്ളേർ എന്താ പറയത്തില്ല?
എൻ്റെ അത്താണ് പെൺപിള്ളേർ ഇതെല്ലാം കേട്ടിട്ട് എന്നെ വഴക്ക് പറയല്ലേ. എൻ്റെ പൊന്നു മക്കള് ലൈവാണ്. ഞാൻ ഈ പാമ്പാടിക്കാരോട് തമാശ പറഞ്ഞ എൻ്റെ പൊന്നു കൊച്ചെ, നാളെ നീ ഇത് പറഞ്ഞ് എന്നെ വഴക്കുണ്ടാക്കരുത്. ഞാൻ ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ, ലൈവല്ലേ, അതുകൊണ്ട് പറഞ്ഞ. അപ്പം എൻ്റെ പൊന്നു പ്രിയരെ നോക്കിയേ എന്താണ്. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ കുറച്ച് ഗുണമില്ലേ? ഗുണമുണ്ട്. പക്ഷേ ഒരു ലക്ഷ്യബോധം കുറവാണ്. എന്നാ കാര്യം ചോദിച്ചാൽ 10 17 വയസ്സുള്ള പിള്ളേരൊക്കെ ഇപ്പം ജോലി ചെയ്യും. എന്തിനാണ്? കാറ്ററിങ്ങിന് പോവും. 100-500 രൂപ കിട്ടും. ഞാൻ പല പിള്ളേരും ചോദിച്ചോണ്ട് 500 രൂപ കിട്ടിയാൽ എന്തോ ചെയ്യും? 500 രൂപ കിട്ടിയ ഇന്നത്തെ ദിവസം കുശിയിലിട്ട് നടക്കും. പിന്നെ ബുള്ളറ്റ് വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിക്കണം, മൊബൈൽ ചാർജ് ചെയ്യണം. ഇതിനപ്പുറത്തോട്ട് എന്തില്ല? കാര്യമായ ഒരു ലക്ഷ്യമില്ല. മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണം, വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കണം, കൊടുക്ക് മേടിക്കണം, കറങ്ങണം, അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല. പക്ഷേ ഈ 17കാരൻ ആ സമയത്ത് കറങ്ങുമൊന്നും അല്ലായിരുന്നു, ഡ്യൂക്കൊന്നും ഇല്ലായിരുന്നു, മരപ്പണി ചെയ്യുമായിരുന്നു. ആര്? യേശു. മരപ്പണിക്കാരനെ വലിച്ച് ഭാരം ചുമന്നു, വീട് നോക്കി. അതുകൊണ്ട് തന്നെ ആ വാക്കുകളുടെ ഗൗരവം എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ ബാ എൻ്റെ അടുക്കൽ, ഞാൻ നിങ്ങളെ എന്തു ചെയ്യും? ഈ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ചെയ്ത് ഇരുന്നും പണി ചെയ്ത് നിന്നും പണി ചെയ്ത് കാലൊക്കെ വേദനിച്ച് വീട്ടിൽ വരുമ്പോൾ മിക്ക പിള്ളേരോടും തിരുമാൻ പറഞ്ഞാൽ പോലും അമ്മമാർ തിരുമ്പത്തില്ല. അതുകൊണ്ട് ആരോടും കാരണം അവരെന്ത് ചെയ്യത്തുമില്ല, പറയത്തുമില്ല. അമ്മമാരും പറയത്തില്ല. എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി ഉണ്ടല്ലോ, പകലെല്ലാം അലഞ്ഞ് നടന്ന പശുവിനെയും വളർത്തിയിട്ട് വൈകിട്ട് വരുമ്പോൾ അമ്മച്ചി മരിച്ചുപോയി. ഞങ്ങളുടെ കണ്ണമ്പിള്ളായിരുന്നു. അമ്മച്ചിക്ക് ഭയങ്കര കാലുവേദനയാണ്. രാവിലെ മുഴുവൻ നടക്കുന്നതല്ലേ അമ്മച്ചിമാരാ. വൈകിട്ട് വന്ന് വേദനിച്ച് കിടക്കുമ്പോൾ അപ്പച്ചനോട് പറയും, കർത്താപ്പച്ച ആ കാല് വേദനിക്കുക. ലിറ്ററലി അമ്മച്ചിയുടെ അടുത്ത് വന്നിരുന്ന് എണ്ണ തേച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വേദനയാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ചായം കൊണ്ടുവന്ന് ഏതാണ്ടൊരു കുഴമ്പ് തേച്ചു, അത് പിന്നെ ആ തൈലം കിട്ടിയിട്ടില്ല. ഏതാ? ഗലയാദിലെ സുഗന്ധതൈലം. ഈ അങ്ങനെ കർത്താവിൻ്റെ കൂടെ നടന്ന ഒത്തിരി പേരുണ്ട്. മിസ്റ്റിക്കലി ലിറ്ററലി യേശുവിൻ്റെ കൂടെ നടന്ന ഒത്തിരി സാധാരണക്കാരായ വ്യക്തികളുണ്ട്. യേശു കർത്താവ് എന്നും അടുത്ത് വരുമായിരുന്നു എന്നുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നോക്കൂ, യേശു അധ്വാനിച്ചു 30 വയസ്സ് വരെ. 30ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷക്കാലം കർത്താവ് നന്മ മാത്രം ചെയ്തു. 3.5 വർഷം കഴിഞ്ഞ് 33 തിരുവയസ്സിൽ ഗതസമന രാത്രി യേശുവിനെ അറസ്റ്റ് ചെയ്തു. യേശുവിനെ അറിയായിരുന്നു, പ്രാണവേദനയിലായി. ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് പ്രാർത്ഥിച്ചു. അവർ വന്നു. ആരാ? റോമൻ പടയാളികൾ വന്നു, യഹൂദ മതചേവകർ വന്നു, യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് അവർ യേശുവിനെ രാത്രി ആ മതപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ആദ്യം കൊണ്ടുപോയത് ആരെടുക്കല? ഹന്നാസ്, റിട്ടയേർഡ് മഹാപുരോഹിതനാണ് കേട്ടോ. അന്നാസ് അയാളുടെ കൊണ്ടുപോയി. പിന്നെ കയ്യഫാവിൻ്റെ അടുക്ക കൊണ്ടുവന്നു. കയ്യഫാവിൻ്റെ അടുക്കുന്ന വെളുപ്പിൻ്റെ സന്നദ്ധി സംഘൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഇവിടെ എല്ലാം നടന്ന ക്രമക്കേടുകൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, രാത്രി കോടതിയില്ല. പക്ഷേ യേശുവിനെ വിസ്തരിക്കാൻ വേണ്ടി അവരെപ്പോൾ തിരക്കിട്ട് കൂടി, രാത്രി കൂടി. അടുത്തിടയ്ക്ക് എൻ്റെ ഓർമ്മയിൽ രാത്രി കോടതി കൂടിയത് യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലുന്ന രാത്രിയില്ല. അന്ന് രാത്രി വെളുപ്പിനെ ആരോ ഹർജി കൊടുത്തുകൊണ്ട് 2 മണിക്ക് കോടതി കൂടി. 4 മണിക്ക് വിധി വന്നു, ശരിവെച്ചു, തൂക്കിയും കൊന്നു. അങ്ങനെ അടിയന്തര ഘട്ടങ്ങളല്ലാതെ കോടതി രാത്രി കൂടത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടോ, കോടതി രാത്രി കൂടി. പ്രതിക്കെതിരെ കോടതിയിൽ ഒരു പ്രതിയെ വിസ്തരിക്കുമ്പോൾ വിസ്താരവേളയിൽ കയ്യേറ്റം ചെയ്യാമോ? വിസ്താരവേളയിൽ കയ്യേറ്റം ചെയ്യാമോ? ഇല്ല. കോടതി കുറ്റക്കാരനെന്ന് പറഞ്ഞാലേ പ്രതി ആരാകത്തുള്ളൂ, കുറ്റക്കാരനാകത്തുള്ളൂ. അതുവരെ സംശയത്തിൻ്റെ നിഴലില്ല. പക്ഷേ ഇവിടെ വിസ്താരം നടക്കുമ്പോൾ തന്നെ കയ്യഫാവിൻ്റെ അവിടെ വെച്ച് യേശുവിനെ അവർ മുഷ്ടി ചുരുട്ടി കുത്തി, അവൻ്റെ മുഖത്തടിച്ചു, തുപ്പി. എന്താ കുറ്റം? നോക്കൂ, കയ്യേറ്റം നടന്നു വിസ്താരവേളയിൽ. അടുത്ത കാര്യം, കുറ്റപത്രം വായിക്കണം പ്രതിക്കെതിരെ. യേശുവിനെതിരെ കുറ്റപത്രം വായിച്ചോ? ഇല്ല. 3 സാക്ഷ്യങ്ങളും പരസ്പരം കേൾക്കാതെ വിസ്തരിക്കണം. സാക്ഷ്യമൊഴികൾ ഒത്തുവരണം. സാക്ഷ്യമൊഴി ഒത്തു വന്നോ? ഇല്ല. എന്നിട്ടും അവർ തിടുക്കപ്പെട്ട് പറഞ്ഞു, ഇവനെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. ക്രൂശിക്കണമെങ്കിൽ അതിന് റോമാക്കാരുടെ അനുവാദം വേണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കല്യാണമൊക്കെ നടക്കുമ്പോൾ, കല്യാണത്തിന് ഭയങ്കര മാറ്റിയോ കേട്ടോ, എന്നാലും കല്യാണം നടക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് എന്ന് പറയും, ഇപ്പോൾ വധൂവരന്മാർ മുമ്പോട്ട് കടന്നു വന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും സ്വത്രകാഴ്ച അർപ്പിക്കുകയും ചെയ്യാം. അപ്പം തന്നെ പറയും 2 സഭാപ്രതികൾക്ക് വന്ന് എന്ത് ചെയ്യാം? ഒപ്പിടാം. വലിയ കാര്യമൊന്നുമില്ല. ഇതുകൊണ്ട് എവിടെ രജിസ്റ്റർ ചെയ്യണം? ഇതുകൊണ്ട് കാര്യമുണ്ടോ ചോദിച്ചാൽ കാര്യമുണ്ട്. പക്ഷേ ഇത് വാലിഡ് ആകണമെങ്കിൽ എവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്യണം?
പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോടതിയിൽ അനുവാദം വേണം. ഇതുപോലെ ഒരു കാര്യം ഓർത്തോണേ, അന്നും റോമാക്കാരുടെ അനുവാദം വേണം. തൂക്കിക്കൊല്ലണമെങ്കിൽ ശിക്ഷ വിധിക്കാം, നടപ്പാക്കാൻ ഇവർ ശരിവെക്കണം. കൊണ്ടുവന്നു പീലാത്തോസിൻ്റെ അടുക്കൽ. പീലാത്തോസ് ആര്? റോമാ ഗവർണറായിരുന്ന അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പീലാത്തോസ് യേശുവിൻ്റെ കാര്യമെല്ലാം പഠിച്ചപ്പോൾ മനസ്സിലായി, ഈ മനുഷ്യനിൽ എന്തില്ല? ഒരു തെറ്റുമില്ല. യോഹന്നാൻ 19 നമ്മൾ വിശദമായി ചിന്തിക്കാം. തെറ്റില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ. അതിനിടയ്ക്ക് പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗഡിയ, അവർക്കൊരു സ്വപ്നം കിട്ടി, ഇവൻ നീതിമാനാ, ഇവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. കത്ത് കൊടുത്ത് വിട്ടു. എല്ലാം കൂടെ പീലാത്തോസ് ഓർത്ത് എങ്ങനെ രക്ഷപ്പെടുത്താം. വിട്ടു ഹെരോദാസിൻ്റെ അടുക്കൽ. ഹെരോദാസ് യേശുവിനെ ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് നിസാരനാക്കി തിരിച്ചു വിട്ടു. പീലാത്തോസ് ഒരു കാര്യം ഓർത്തു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, യേശുവിനെ അടിപ്പിച്ച് രക്ഷപ്പെട്ടേക്കാം. പീലാത്തോസ് പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. നമ്മുടെ പിള്ളേർ വക്കീലന്മാർ പഠിക്കുന്നവരുണ്ട്, വാഴ്വ് നല്ല പിള്ളേർ മിടുക്കര നമുക്ക് വേണം, നിയമജ്ഞന്മാരെ. പക്ഷെ ഒരു കാര്യം, ഇത് പറയാൻ നിയമം ഒന്നും പഠിക്കണ്ട, ഈ പ്രതിയിൽ ഒരു കുറ്റവും കാണുന്നില്ല. ബാക്കി പറഞ്ഞേ, ഈ പ്രതിയിൽ ഒരു കുറ്റവും കാണുന്നില്ല, ബാക്കി പറ. അതുകൊണ്ട് ഈ കോടതി പറ, ഈ പ്രതിയെ എന്ത് ചെയ്യുന്നു, വെറുതെ വിടുന്നു. അങ്ങനെയല്ല പറയണ്ടേ. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുമ്പും പിമ്പും ഇല്ലാത്ത പോലെ കോടതി പറഞ്ഞു, അതുകൊണ്ട് ഈ പ്രതിയെ ഞാൻ എന്ത് ചെയ്യും, അടുപ്പിച്ച് വിട്ടയക്കാം. അടുപ്പിച്ചു. റോമൻ ആ ചാട്ടകൾ കൊണ്ട് കൽത്തുറങ്കിൽ കുനിച്ചു നിർത്തി. റോമൻ ചാട്ടകൾ കൊണ്ട് അടിച്ചു. എല്ലും മുള്ളും പല്ലും കൊളുത്തും ഒക്കെയുള്ള റോമൻ ചാട്ടകൾ വീഴുമ്പോൾ അത് വിതറി വീണു. ആഴ്ന്നിറങ്ങി. എടുത്തിട്ടോ അടുത്തൊരു തൊട്ടി പോലൊരു സാധനത്തിൽ ലാച്ചി എടുക്കും. ഓരോ പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ മാംസങ്ങളെല്ലാം മാറ്റും, വീണ്ടും അടിക്കും. എന്തിനാ? ആഴ്ന്നിറങ്ങണം. അങ്ങനെ ഒന്ന് കുറയാൻ 40 അടി അടിപ്പിച്ച് രക്താംബരം ധരിപ്പിച്ച് തലയിൽ മുൾക്കിരീടം ചൂടി യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് വിജാതീയനായിരുന്ന പീലാത്തോസ് പരിചയപ്പെടുത്തുന്നുണ്ട്, ബിഹോൾഡ് ദാറ്റ് മാൻ. ആ മനുഷ്യൻ ഇതാ, ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് നിർത്തുക. ആ മനുഷ്യൻ വെറും മനുഷ്യനാണോ? അല്ല, ദൈവം മനുഷ്യനായി തീർന്നവൻ അടിയേറ്റ് നിൽക്കുക. എന്താ അടിയേക്കാൻ കാര്യം? എന്താ കുറ്റം? അതാണ് കുറ്റം. എന്താ കുറ്റം? ഒരു കുറ്റവും ഇല്ലെന്ന കുറ്റം. ഒരു കുറ്റമില്ലാത്തവനെ കോടതി ശിക്ഷിക്കും. കുറ്റം കണ്ടെത്തിയിട്ട് കുറ്റമില്ലെന്ന് പറഞ്ഞൊരു കോടതി ഇരിക്കട്ടെ 2 അടി എന്ന് പറയാൻ ഒക്കുവോ? ഇല്ല. കാലം പോയി. പോലീസുകാർക്ക് പോലും ഇപ്പം പാടാ. പണ്ടത്തെ പോലീസുകാരൊന്നും അല്ലെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നിയമവാഴ്ച എന്താവും? പോലീസ് വരുന്നതിന് മുമ്പ് മൊബൈൽ എടുത്തിട്ട് പറയാം, കാണിക്കണം, ഞങ്ങൾ ലൈവ് ഇടും. ഇപ്പം പോലീസിനും പേടി. മറ്റേ പോലീസ് വരുമ്പം കലിങ്ങ ഇരിക്കുന്നവരെല്ലാം മാറിപ്പോവായിരുന്നു. ഇപ്പം പോലീസിനെ കാണുമ്പം കലിങ്ങയെന്ന് കയറി കലിങ്ങയിലോട്ട് നിൽക്കുക. പാടാ പോലീസേ, മൊബൈലുണ്ടെന്ന്. പോലീസുകാരും പറയുന്നത് എന്തിനാ പുലിവാല് പിടിക്കുന്നത്? അങ്ങനൊന്നും അല്ല. പണ്ടത്തെ നിക്കറിട്ട പോലീസ് തന്നെ വേണമായിരുന്നു. നിക്കറിട്ട പോലീസിനെ പിള്ളേർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ്ടാ പോലീസ്. നിക്കറൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ കൂമ്പിച്ച് നിൽക്കും. കാണുമ്പോഴേ എന്തോ ചെയ്യും, ഓടും. അന്നൊരു നമ്മുടെ അതുവഴിയൊക്കെ എന്താണ് എൻ്റെ മിന്നൽ പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞ പാർട്ടികളൊക്കെ കേട്ടിട്ടില്ലേ? ബുള്ളറ്റെ പോയിട്ട് കലുങ്ങയിരിക്കുന്നവനെ കോരിയെടുത്ത് ഇട്ടും. ഇപ്പം കലുങ്ങയിരിക്കുന്നവനെ ബുള്ളറ്റെ ഇരുന്നുകൊണ്ട് അടിക്കും. ഇപ്പം ബുള്ളറ്റെ ഇരുന്നുകൊണ്ട് അടിച്ചാൽ കാല് വാരി നിലത്തിടും. അവന് സസ്പെൻഷനും കിട്ടും. രാഷ്ട്രീയക്കാർ, പോലീസ്, ഇതൊക്കെയാണ് കാലം പോയി. പൊക്കോട്ട്. നിയമവാഴ്ചയുടെ പിന്നെ തകർച്ച അപകടകരമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കുറച്ചൊക്കെ ഒരു പേടി ആരെ വേണം? നിയമവാഴ്ച വേണം. അവർ അഴിഞ്ഞാടാൻ സമ്മതിക്കുക മരുത്. അപ്പം തന്നെ ഒരു നിയമവും എല്ലാ നിയമവും കയ്യിലെടുത്താൽ പിന്നെ എന്ത് നിയമവാഴ്ച? പൊയ്ക്കോട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ നിയമം ഉണ്ടായിരുന്നു. നിയമം എന്താ? 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടും. അതാണ് നിയമം. പക്ഷേ ഇവിടെ ഒരു തെറ്റും ചെയ്യാത്തവൻ എന്ത് ചെയ്തു? ശിക്ഷിക്കപ്പെട്ടു. എന്തിനാ ശിക്ഷിക്കപ്പെട്ടെന്ന് അറിയാമോ? റോമർ 8:1 വായിക്കണം. ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി ഇല്ല. ശിക്ഷയേറ്റു. യേശു ശിക്ഷയേറ്റു. അടിച്ച് തകർക്കപ്പെട്ടു. ആ ഭൂമേനി അടിച്ച് തകർക്കപ്പെട്ടു, അടിയേറ്റു. ഇനി എന്തുകൊണ്ടാണ് അതിന് ഗുണം? റോമർ 9:10-9 കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ നാം എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. ഒരുവൻ അടുത്ത് വന്ന്, യേശുവേ, അങ്ങനെക്ക് വേണ്ടി ശിക്ഷയേറ്റു, അങ്ങയുടെ പുറം അടിച്ച് കീറക്കപ്പെട്ടു, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, അങ്ങ് എൻ്റെ ശിക്ഷയെ ഏറ്റെടുത്തല്ലോ എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ അവൻ ആരിലാകും? ക്രിസ്തുവിലാകും. അപ്പോൾ അപവാദിയായ പിശാച് വന്ന് പറയും, ഇന്ന മാസം ഇത്രാം തീയതി അവൻ ഇന്ന തെറ്റ് ചെയ്തു, അവന് ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുക്കണ്ടേ? പറയും, ശിക്ഷ കൊടുക്കണം, ശിക്ഷ കൊടുത്തിരിക്കണം. പക്ഷേ ഒരു കാര്യം, ഒരു തെറ്റിന് 2 ശിക്ഷയില്ല. അവൻ്റെ ശിക്ഷ എൻ്റെ മേലായി, അവൻ എന്നിലായി. അതാണ് ക്രിസ്തു
ക്രിസ്തുവിലാകുക, അതാണ് രക്ഷിക്കപ്പെടുക. അതാണ് റോമർ 8:1 ഉറക്കെ പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി ഇല്ല. പറഞ്ഞേ, എന്തില്ല? ശിക്ഷാവധി ഇല്ല. മനുഷ്യർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് നിയമം വന്നിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്യാൻ കാര്യം. നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം അവയവങ്ങളിൽ വ്യാപരിച്ച് അവനെ പാപത്തിന് ബദ്ധനാക്കുന്നു, അല്ലേ? പാപത്തിന് ബദ്ധനാക്കുന്നു. എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ടോ? ഒക്കോ? ഇല്ല. വീണ്ടും വീണ്ടും പാപം ചെയ്യുക. അപ്പോൾ അവർ വീണ്ടും വീണ്ടും പരിഹാരം ചെയ്യണം. അങ്ങനെ പരിഹാരവും പാപവും, പരിഹാരവും പാപവും, പരിഹാരവും പാപവും. ഒരു ഉദാഹരണം പറയാം. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കുന്നുണ്ടോ? ഇല്ല. ഏത് കല്യാണത്തിന് ചെന്നാലും നോക്കിക്കോണം, രണ്ടാമതൊരു ഐസ്ക്രീം കൂടെ മേടിച്ചത് 300 ഷുഗറും ഇൻസുലിനും എടുക്കുന്നവരായിരിക്കും. ആണോ? ആണ്. ഇടടോ പീസ്, പീസ് ഇറച്ചി ഇടാൻ പറയുന്നവൻ്റെ കൊളസ്ട്രോള് 500 ആയിരിക്കും. അപ്പോൾ അവർ പറയും, എന്നാ കാര്യം? വീട്ടിലെ അമ്മാമ്മ ഇപ്പം മധുരവും തരത്തില്ല, അതുകൊണ്ട് ഞാൻ വല്ല കല്യാണത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. പക്ഷെ ഒരു ഗുണമുണ്ട്, എന്നും കല്യാണത്തിന് പോകും. ഒറ്റ കല്യാണം എന്ത് ചെയ്യത്തില്ല? മുടക്കത്തില്ല. മുടക്കുമോ? ഇല്ല. ഇങ്ങനെ ഇരുന്ന സെക്യൂരിറ്റി ഒരു പയ്യൻ ഇപ്പം തൊട്ട് ഇങ്ങനെ നടക്കുക. ഞാൻ ചോദിച്ചാൽ എന്താ? എല്ലാ കല്യാണത്തിനും സെക്യൂരിറ്റിയാണ്. ഇവൻ കല്യാണത്തിന് പോയി ഇപ്പൊ ഇവന് അനങ്ങാൻ വയ്യ, വയറും ചാടി ഒരു പരുവായി. മറ്റേ ഓടി കിടന്ന് വണ്ടി ഇടുന്നവന് ഇപ്പൊ ഇങ്ങനെ ബബ വച്ച് നടക്കുക. എന്താ കാര്യം എന്നറിയാമോ? കല്യാണം കൂടി അവനൊരു പരുവായി, കൊളസ്ട്രോൾ ഒരു പരുവാ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സമ്മതിക്കാത്തൊരു പ്രമാണം. അപ്പോൾ അവിടെയാണ് ഒരുവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ശിക്ഷയേറ്റു. മുഴുവൻ ലോകവും പാപികളാകാൻ കാര്യം ഒരുവൻ്റെ പാപമാണെങ്കിൽ മുഴുലോകത്തിനും പാപകരിക. ഒരുവൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന് ഒരുവൻ നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. കാലസമ്പൂർണതയിൽ കുരിശുമെടുത്തുകൊണ്ട് കാലാതീതനായ കർത്താവ് കാലിത്തൊഴുത്തി പിറന്നവൻ കാൽവറി കുരിശിലേക്ക് പോകുമ്പോൾ ഓർത്തോണോ, അവിടുന്ന് കുരിശ് അടിയേറ്റത് നമുക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് വിശ്വസിക്കാത്തവർക്ക് അത് മോശപ്പെട്ടമാ. എന്ന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൈയടിച്ച് സ്തുതിച്ച് വിശ്വസിക്കുന്നവർക്ക് ക്രൂശിൻ്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് മോശത്വം. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കത് എന്തായിട്ട് മാറും? ദൈവശക്തിയായിട്ട് മാറും. ക്രൂശിൻ്റെ വചനം. യേശു കുരിശുമെടുത്തുകൊണ്ട് നടന്നു. പ്രിയരേ, കുരിശുമെടുത്തുകൊണ്ട് അവിടുന്ന് പോകുക. എന്തിനാ നടന്നു കുരിശുമെടുത്തോ? അന്നത്തെ ഒരു നിയമമുണ്ട്, ക്രൂശിതൻ തന്നെ എന്തെടുത്തുകൊണ്ട് പോകണം? ക്രൂശ് എടുത്തുകൊണ്ട് പോകണം. പ്രത്യേകിച്ചൊരു കാരണം, ക്രൂശ് നിന്ദിക്കപ്പെട്ടതും ശാപകാരണമായതുകൊണ്ട് റോമൻ പടയാളി എടുക്കുമോ? ഇല്ല. യഹൂദന്മാരെടുക്കുമോ? ഇല്ല. പിന്നെ ആര് തന്നെ എടുക്കണം? ക്രൂശിതനാകാൻ വിധിക്കപ്പെട്ടവൻ തന്നെ എടുക്കണം. പൊതുവെ പുരാതന ഫിലീഷ്യന്മാർ കണ്ടുപിടിച്ച ക്രൂശി മരണം നീചകർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് ക്രൂശിക്കുക. അതുകൊണ്ട് തന്നെ യഹൂദന് അത് നിഷിദ്ധമാണ്. പക്ഷേ ഇവിടെ കണ്ടോ, ആ ക്രൂശിക്കപ്പെട്ടവൻ തന്നെ എന്തെടുത്തോണ്ട് പോകണം? ക്രൂശി എടുത്തുകൊണ്ട് പോകണം. കുറ്റം എഴുതി വെക്കണം. എന്തായിരുന്നു കുറ്റം? എന്തായിരുന്നു? ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അതുകൊണ്ട് രാജാവ് എന്ന് പറഞ്ഞു. അവൻ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അപ്പോഴാണ് യഹൂദന്മാർക്ക് ബുദ്ധി കളിച്ചു. അവർ പറഞ്ഞു, ഇത്തിരി താമസിച്ചാ ട്യൂബ്ലൈറ്റ് കത്തിയത്. അവരോർത്തു യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ഇവൻ ആരാകും? രാജാവാകും. അതുകൊണ്ട് അവർ ഓടിയെന്ന് പറഞ്ഞു, പിലാത്തോസ് അങ്ങനെ പോരാ, എന്തോ ചെയ്യണം? യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞു എന്ന് എന്ത് ചെയ്യണം? എഴുതണം. അപ്പം മാത്രം പീലാത്തോസിന് നട്ടല് വെച്ചു. അതുവരെ വാഴനാരായിരുന്നു. ഇവർ പറയുന്ന എല്ലാം കേട്ടിരുന്നവൻ അന്നേരം നട്ടല് വെച്ചിട്ട് പറഞ്ഞു, എഴുതി. ഇന്നും കോടതി ഭാഷയാ. എഴുതിയത് എന്ത് ചെയ്തു? എഴുതി. അപ്പോഴായിരുന്നു നട്ടല്. അതുവരെ വാഴനാരായിരുന്നു. പേടിച്ച് നിൽക്കുക. അന്നേരം പറഞ്ഞു, എഴുതിയത് എന്ത് ചെയ്തു? എഴുതി. ക്രൂശി എടുത്തുകൊണ്ട് പോകുക. 2 രീതി ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന കെട്ടിട്ടുണ്ട്. ഒന്ന്, നെടിയ തണ്ട് നേരത്തെ കൊണ്ട് അവിടെ കുഴിച്ചിടും. കുറിയ തണ്ട് പുറകെ വെച്ച് കെട്ടും. അങ്ങനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ കുറിയ തണ്ട് കെട്ടിവെക്കും. കൈ ഇങ്ങനെ പോവും. ഇങ്ങനെ പോകുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, വീണാൽ കൈ കുത്താനൊക്കത്തില്ല. ഭാരമുള്ള കുരിശ് ഈ തടി പുറത്തിരിക്കുമ്പോൾ ഒരു വ്യക്തി ഇങ്ങോട്ട് വീഴത്തില്ല. എങ്ങോട്ടേ വീഴത്തുള്ളൂ? മുമ്പോട്ടോ വീഴത്തുള്ളൂ. പക്ഷെ അങ്ങനെ കെട്ടിവെച്ചാൽ ഒരിക്കലും എന്ത് കുത്താനൊക്കത്തില്ല? കൈ കുത്താനൊക്കത്തില്ല. അതിനു മുമ്പേ മുഖമടിക്കും. ആയിരിക്കാം. യെശയ്യാ 53 പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ എന്തായി? വിരുവനായി. വീണും എഴുന്നേറ്റും പോയപ്പോൾ അവൻ വൈരൂപ്യനായി
എന്തിനാ അവൻ വിരൂപനായെന്നറിയാമോ? അവൻ വിരൂപനായത് നമ്മുടെ വൈരൂപ്യം മാറ്റാനാ. എന്ത് സുന്ദരനായിരുന്നു ആ ചെറുക്കൻ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ സുന്ദരം പിള്ളേരെ. പക്ഷെ കുറച്ച് നാളത്തെ കഞ്ചാവും മദ്യവും അവൻ്റെ കോലം തെറ്റിച്ചു, കണ്ണ് ചുമന്നു. അവനെ കണ്ടാൽ ഒരു വികൃതനായി. ഇന്ന് ആ മക്കൾ സുന്ദരരായി. എന്തിനാ? അവൻ്റെ വൈരൂപ്യം മാറ്റാൻ. പാപം വിരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ വൈരൂപ്യം മാറ്റി ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ ഒരുവൻ കാൽവറിക്കുരിശിൽ വിരൂപനായി. രാവിലെ എഴുന്നേറ്റ് കുടിച്ചില്ലെങ്കിൽ വിറയ്ക്കുന്നവൻ ഇന്ന് പുസ്തകം പിടിച്ചുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ എന്ന് രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാകും. ദൈവശക്തി. കൈയടിച്ച് സ്തുതിക്കാവുന്നവർ കരമടിച്ച് വിശ്വസിച്ച് സ്തുതിച്ച് ക്രൂശ് 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 രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ക്രൈസ്തവരുടെ സിമ്പൽ എവിടെയും എന്താണ്? ക്രൂശ. നമ്മൾ ക്രൂശിനെ ആരാധിക്കത്തില്ല, പക്ഷെ ക്രൂശിക്കപ്പെട്ടവനെ നമ്മൾ പ്രസംഗിക്കും, ഉള്ളി വഹിക്കും. എന്തിന്? എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കുരിശുമിട്ട ആ ചിത്രങ്ങളൊക്കെ കുരിശിട്ട പിള്ളേരെ പലപ്പോഴും സിനിമയ്ക്കകത്ത് ഗുണ്ടയായിട്ടും വലിയ തെമ്മാടിയായിട്ടൊക്കെ ചിത്രീകരിക്കുമ്പോൾ ക്രൂശിനോട് ചെയ്യുന്ന അപരാധമാണ്. ക്രൂശ് തെമ്മാടിയാക്കുന്ന അല്ല. ക്രൂശ് കൈ വിറയ്ക്കുന്നവനെ, കടാരി എടുക്കുന്നവനെ മാറ്റം വരുത്തുന്ന ഒന്നേ ഉള്ളൂ. പാപം വൈരൂപപ്പെടുത്തിയ മനുഷ്യന്റെ വൈകൃതം മാറ്റി ആത്മസൗന്ദര്യം തിരികെ കൊടുക്കുവാൻ വൈരൂപ്യപ്പെട്ട ഒരുവനുണ്ട് കാലസമ്പൂർണതയിൽ. ഹല്ലേലൂയ. 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 യേശു കുരിശെടുത്തുകൊണ്ട് പോവുകയാണ്. അതിനു മുമ്പ് പീലാത്തോസ് ഒരു വലിയ നാടകം കളിച്ചു. ഒന്ന് അടുപ്പിച്ചിട്ട് വിട്ടയക്കാം, എന്നിട്ടും അവർ ക്രൂശിക്കണമെന്ന് സംതൃപ്തപ്പെടാതെ ക്രൂശിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. ഒരു വഴിയൂടെ നോക്കി രണ്ടുപേരെ ഒന്നിച്ച് നിർത്തി. ഒന്നാരാ? ബറബാസ്. ബറബാസ് ആര്? കൊലപാതകി, പിടിക്കപ്പെട്ടവൻ, അവിടുത്തെ കവർച്ച സംഘത്തിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകത്തിൽ, കവർച്ചയിൽ, കൊള്ളസംഘത്തിൽ, അവിടുത്തെ ഒരു കലാപത്തിൽ കൊണ്ട രാഷ്ട്രീയ തടവുകാരനായിരിക്കണം ബറബാസ്. ബറബാസിനെയും യേശുവിനെയും നിർത്തി അവരോട് ചോദിച്ചു, ആരെ വേണം? അവർ പറഞ്ഞു, ബറബാസിനെ വിട്ടുതരിക, ആരെ ക്രൂശിക്കുക? യേശു, നമുക്ക് അറിയാം റിപ്പബ്ലിക് ഡേയിലൊക്കെ കുറച്ച് പേരെ പരോള് വിടത്തില്ലേ? വിടത്തിൽ ഇതുപോലെ അന്നൊരു രീതി ഉണ്ടായിരുന്നു. പെസഹാതോറും ഒരാളെ വിട്ടുകൊടുക്കും. ആരെ വേണം? അവർ പറഞ്ഞു, ആരെ മതി? യേശുവിനെ വേണ്ട. ആരെ മതി? ബറബാസിനെ മതി. ബർ അബ്ബാസ്, അബ്ബായിയുടെ മകൻ. അബാ ബറിയോന ശീമോനെ. ബർ അബ്ബാസ്, അബ്ബായിയുടെ മകൻ. അങ്ങനെയാണെങ്കിൽ ബറബാസ് ആരാ? മുഴുലോകത്തിൻ്റെ പ്രതിനിധിയാ. മുഴുലോകത്തിൻ്റെ ആദാമ്യ ലോകത്തിൻ്റെ പ്രതിനിധി. അവർ പറഞ്ഞു, ഇവനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കുക. അവൻ കുരിശുമെടുത്തുകൊണ്ട് ഗാഗുൽത്തലായിട്ട് പോയപ്പോൾ ബറബാസിനെ കെട്ടഴിച്ച് വിട്ടു, ജയിലിൽ നിന്ന് ഇറക്കി വിട്ടു. ബറബാസിനെ വിശ്വസിക്കാൻ വയ്യ. അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി, എനിക്ക് എന്ത് പറ്റി? ഞാൻ പുറത്തിറങ്ങി, അയ്യോ എന്താണ്? കാരണം കണ്ടു, അവൻ പുറത്തോട്ട് പോയപ്പോൾ ഒരാൾ കുരിശുമെടുത്ത് ഗാഗുൽത്തായിലേക്ക് പോയി. ഒരുവൻ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കാൻ കാര്യം, ഒരുവൻ കാൽവറി മലയിലേക്ക് പോയത് കൊണ്ട് കുരിശും നിജ തോളിലെടുത്തൊരുവൻ ഗിരിമേൽ കയറി. ഹല്ലേലൂയ. ഒരാൾ നടന്നുപോയി. പ്രിയരേ, ഞാൻ ഈ ബറബാസിന്റെ പുറകെ പോയി നോക്കി. എൻ്റെ ധ്യാനത്തിൽ ബറബാസ് വീട്ടിൽ ചെന്നു. എല്ലാവരും ബെല്ലടിച്ചു. മോള് വന്നു. താണ്ട അപ്പ. അമ്മ പറഞ്ഞു, പൊട്ട് പറയാതെ വട്ട് പറയാതെ അച്ചായൻ ജയിലില്ല, അടുത്തിടയ്ക്കൊന്നും വിടത്തില്ല, പരോളിന് അപേക്ഷ കൊടുത്തിട്ടും റിജക്റ്റ് ആയത് അല്ല അപ്പ. അവിടെ എല്ലാവരും വന്നു. ബറബാസ്, അമ്മ കെട്ടിപ്പിടിക്കുന്നു, ഭാര്യ കരയുന്നു, കുഞ്ഞുങ്ങൾ ചുറ്റും നിൽക്കുന്നു. നിനക്ക് എന്ത് പറ്റി? എന്താ സംഭവിച്ചത്? അവൻ പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഒരു പാപവും ചെയ്യാത്തവൻ ഞാനോ പാപി, ഞാനോ കവർച്ചാ സംഘത്തിൽ പെട്ടവൻ, ഞാനോ ആ നഗരത്തിൽ കടന്ന കലാപത്തിന് നേതൃത്വം കൊടുത്തവൻ, ഇവനോ ഒരു തെറ്റും ചെയ്യാത്തവൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേറുപെട്ടവൻ. അവൻ്റെ മുഖം എന്തൊരു തേജസ്സായിരുന്നു. പാപം എന്തെന്നറിയാത്തവൻ. അവൻ എനിക്ക് പകരം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ പകരം പോയി. മാനവലോകമേ, മലയാളക്കരയെ അറിയണം, ഒരുവൻ പകരം 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 പകരം. അതുകൊണ്ടാ ഹല്ലേലൂയ. നിനക്ക് ഈ വേദന വരുത്തി വെച്ച നീച നാനല്ലയോ? ഞാനോ മഹാഭാവി, എനിക്ക് പകരം ഒരുവൻ പോയി. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപത്തിന് അധീനമായ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും?
ആർക്കും കഴിയാനില്ലപ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരേണ്ടതിന് കുരിശും എടുത്തുകൊണ്ട് ഒരാൾ പോയി കുരിശും നിജ തോളിലിടൂ ഒരുവൻ ഗിരിമേ കയറി കാഴ്ച കാൺമീ കുരിശും നിജ തോളിലിടൂ ഒരു പോകുന്ന കാഴ്ച അവനീശസുതൻ മഹിമോന്നതന അവനീശ്വരൻ അതിവന്ദിതന അവനീശസുതൻ മഹിമോന്നതന അവനീശ്വരനിൽ ബഹുവന്ദിതന അവനീവിധമേഴ സമാനമുഴന്നതു കാൺമീ അവനീവിധമേഴ സമാനമുഴന്നതു കാൺമീ പാപികളാ നരകാ. പ്രിയരേ, എന്തിനാ കുരിശെടുത്തുകൊണ്ട് പോയത്? നമുക്ക് പകരം ഒരുവൻ നടന്നുപോയി. ഈ രാത്രി ആ കാഴ്ച കാരണം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ എന്ന് രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി അത് ദൈവശക്തിയായിട്ട് മാറും. വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. യേശു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. എന്തിനാ രണ്ട് കള്ളന്മാരുടെ നടുവിലിട്ടത്? നടുക്ക് കിടക്കുന്നവനെ പടത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇച്ചിരി കിളന്നാ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? പടം നോക്കിയിട്ടുണ്ടോ? കിളന്ന. എന്തിനാ? നടുക്ക് കിടക്കുന്നവൻ പെരുങ്കള്ളനാണെന്ന് കാണിക്കാനാ നടുക്കിട്ടത്. പക്ഷെ അവർക്കറിയാതെ പോയ ഒരു കാര്യമുണ്ട്. അവൻ്റെ സ്ഥാനം എപ്പോഴും നടുക്ക. ആകാശത്തിനും ഭൂമിക്കും നടുക്ക്, ദൈവത്തിനും മനുഷ്യർക്കും നടുക്ക്. ഹല്ലേലൂയ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുക്ക്. ഹല്ലേലൂയ. ഏക മധ്യസ്ഥൻ, നിത്യപിതാവ് ഏക മധ്യസ്ഥൻ. ഹല്ലേലൂയ. തീർന്നില്ല. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കെ ആ വാതിൽ തുറക്കാതെ യേശു താനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവൻ, AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുന്ന ചരിത്ര പുരുഷനായ ക്രിസ്തു അവിടുത്തെ സ്ഥാനം മധ്യത്തിലാണ്. രണ്ട് കള്ളന്മാരുടെ നടുവില് യേശു ക്രൂശിക്കപ്പെട്ടു. പ്രിയരെ, ക്രൂശി കിടന്നുകൊണ്ട് പറഞ്ഞ മൊഴികൾ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്ക് എന്താ? ദൈവശക്തിയാ. 7 മൊഴികളാ പറഞ്ഞത്. എന്താ 7 മൊഴികൾ? ഒന്ന് പറഞ്ഞത് എന്താ? പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയാൻ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്താ അർത്ഥം? മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവനവനോട് തന്നെ ക്ഷമിക്കാൻ കഴിയാത്തതാ. ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ഞാനാ. ഈ മനുഷ്യനോട് പലപ്പോഴും ക്ഷമിക്കാൻ കഴിയും. ആരോട്? അവരവരോട്. ചില അബദ്ധങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ, നമ്മുടെ കയ്യബദ്ധത്തിൽ ഒരാൾ മരിച്ചാൽ, ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത എന്നാലും വായിച്ചിട്ടുള്ള ഒരു സംഭവം പലപ്പോഴും മനസ്സിൽ ഭയങ്കര വിഷമം തോന്നിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലം ദീർഘദൂര ട്രെയിൻ യാത്രയ്ക്ക് മലഞ്ചെരുവിലൂടെ നിർത്താതെ പോകുന്ന ട്രെയിൻ യാത്രയിൽ ഒരു സഹോദരൻ പോവുകയാ. ഭാര്യ മരിച്ചു പോയ സഹോദരൻ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് പോവുകയാ. ആ പോകുന്ന യാത്രയിൽ ഒരു കുഞ്ഞിന് പനി കൂടി. തുടച്ചും തിരുമിയും തൂത്തും തിരുമിയും അമ്മ നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഒരുവൻ ഒടുവിൽ എന്ത് സംഭവിച്ചു? ആ കുഞ്ഞ് മരിച്ചു. ഇരട്ട കൊച്ചുങ്ങൾ, നല്ല കുഞ്ഞുങ്ങൾ, ഒന്ന് മരിച്ചു. രണ്ടിനെയും ഒരേ ഉടുപ്പാ അവിടെ കിടത്തി. അതിൻ്റെ TTRI വിളിച്ചു. ആൾക്കാരെ എല്ലാം പോയി കണ്ടു. അവർ പറഞ്ഞു, ട്രെയിൻ ഇനി എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലം, ഇനി ഒറ്റ വഴിയേ മുമ്പിലുള്ളൂ, ഒറ്റ വഴി ഒന്നുകൂടില്ല. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കാര്യം ചെയ്യും. മരിച്ചുപോയ കുഞ്ഞിനെ അടുത്ത് വരുന്ന ഒരു നദിയുണ്ട്, പാലം, എറിഞ്ഞേക്ക്. അല്ലെങ്കിൽ ട്രെയിൻ ഇനിയും ചെല്ലുമ്പം കുഞ്ഞ് ശവം പഴുത്ത് വീർക്കും. മോർച്ചറി സംവിധാനം ഒന്നും ഈ ട്രെയിനിലില്ല. നിങ്ങൾ എന്ത് ചെയ്യും?
തീരുമാനിച്ചു. 2 കൊച്ചുങ്ങളും കിടക്കുക, ഉറങ്ങി, മറ്റേ കുഞ്ഞ് ഉറങ്ങി കിടക്കും, മരിച്ച കുഞ്ഞ് അടുത്ത് കിടക്കും. കണ്ടു, കൺകുളിർക്ക കണ്ടു, ചുംബനം കൊടുത്തു, എറിഞ്ഞു, തിരിച്ചു വന്നു. നോക്കിയപ്പോഴാ മനസ്സിലായത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എറിഞ്ഞത് മരിച്ച കുഞ്ഞിനെ അല്ല. കഥ നടന്നതാണെന്നുള്ള രീതിയിൽ വായിച്ചിട്ടുണ്ട്. അവനോട് എങ്ങനെ ക്ഷമിക്കും? ഏറ്റവും വലിയ അപകടം അവനോട് ക്ഷമിക്കാൻ കഴിയാത്തതാ. എന്നാൽ അവനവനോട് പോലും ക്ഷമിക്കാൻ കഴിയാത്ത മനുഷ്യന് ക്ഷമ കിട്ടാൻ ഒരു സ്ഥലമുണ്ട്. ക്രൂശ്, 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 ക്രൂശ്. ക്ഷമിച്ചു എന്നൊരു വാക്കാണ് ഇന്ന് മനുഷ്യന് പറയാത്തത്. ഒരു ഗ്ലാസ് ഭാര്യയുടെ കയ്യിൽ നിന്ന് പൊട്ടിയാൽ ദൂര് ബഹള, പൊട്ടിച്ചില്ലേടി, മുടിപ്പിച്ചില്ലേടി, യോ, ഒരു ഗ്ലാസിൻ്റെ പേരിൽ പേര് നിർത്തിയ അമ്മച്ച് തുടങ്ങും, അമ്മച്ച് നിർത്തിയ അങ്ങേര് തുടങ്ങും. ഒരു ഗ്ലാസ്സാ പൊട്ടിയത്. അതിൻ്റെ പൊന്നു പ്രിയരെ, ഈ ഗ്ലാസ് പൊട്ടിയില്ലെങ്കിൽ നമ്മുടെ കടക്കാരൻ അവിടെ എങ്ങനെ ജീവിക്കും? നിങ്ങൾ പൊട്ടിക്കണം ഗ്ലാസ്, എന്നാലേ കടക്കാർക്ക് ജീവിക്കാനൊക്കെ വേണ്ടേ? ആയല്ലേ? 6 ജോഡി ക്രിസ്റ്റൽ ഗ്ലാസ്. ഒരെണ്ണം പൊട്ടിയാലേ ഇവൻ പിന്നെ എന്ത് മേടിക്കത്തുള്ളൂ? നമ്മളാ ഈ പല ടൈപ്പ് വെക്കുന്നത്. വലിയ വീട്ടുകാരൊക്കെ ഒരേ ടൈപ്പേ വെക്കത്തുള്ളൂ. ഒന്ന് പൊട്ടിയാലും മാറ്റും, അടുത്ത മേടിക്കും. അല്ല, ഈ ഗ്ലാസ് കടക്കാരൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് എല്ലാവരും ഇടയ്ക്ക് പൊട്ടിക്കണ്ടേ? ഈ ധർമ്മം ആർക്കറിയത്തില്ല, ഞാനറിയത്തില്ലേ? കാറൊക്കെ ഇടയ്ക്ക് മാറണ്ടേ, പഴയണ്ടേ? ഇത് മേടിച്ചപ്പം പോലെ ഇരുന്നാൽ എങ്ങനെ കാറുകാരൻ ജീവിക്കും? പഴയതായതല്ലേ പുതിയത് മേടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് പ്രശ്നമല്ലേ? പോട്ടെ, ക്ഷമിക്കാത്ത മനുഷ്യർ. പക്ഷെ ഏത് മനുഷ്യനും ക്ഷമ കിട്ടുന്ന ഒരിടമുണ്ട്. കാൽവറി കുരിശ, കാൽവറി കുരിശ. രണ്ടാമത് എന്താ പറഞ്ഞേ? ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസയിരിക്കും. എന്താ ക്രൂശിൻ്റെ വചനം? പർദീസയിരിക്കും. അവൻ മരിക്കാൻ പോവുകയാ. ചെല്ല് പറയാറുണ്ട്, ക്രൂശിലെ കള്ളനെ പോലെ ഞാൻ രക്ഷപ്പെട്ടോളാം. പ്രിയരേ, ക്രൂശിലെ കള്ളന് കിട്ടിയ ഒരു ചാൻസ്, ഫസ്റ്റ് ചാൻസ്, ലാസ്റ്റ് ചാൻസും ആയിരുന്നു. മറക്കരുത്, ആദ്യത്തെ ചാൻസ് ചിലപ്പോൾ അവസാനത്തെ ചാൻസ് ആയിരുന്നു. പക്ഷേ ഒരു കാര്യം ക്രൂശ് പറയുന്നുണ്ട്, നീ ഇന്നും ലേറ്റ് ആയിട്ടില്ല. മോചനം ആർക്കും സാധ്യമാ. ജീവിതത്തിൻ്റെ ഏത് പ്രായത്തിലാണെങ്കിലും, ICU കിടക്കുന്നതിന് മുമ്പാണെങ്കിലും, ഒരു വാക്ക് പറഞ്ഞാൽ ഒത്തെങ്കിൽ അവന് വേണ്ടി ഒരുക്കപ്പെടുന്നൊരു മോക്ഷപുരിയുണ്ട്. ഇന്നും മനുഷ്യൻ ലേറ്റ് ആയിട്ടില്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരേ, പ്രായത്തിൻ്റെ ഏത് പടവുകളാണ് നിൽക്കുന്നതെങ്കിലും കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രി കേൾക്കുമ്പോൾ, ഞാൻ പാപി, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇന്നും തുറന്നു കിടക്കുന്ന നിത്യതയുണ്ട്. എന്താ പറയുക? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിരിക്കും. യു ആർ നോട്ട് ടു ലേറ്റ്. ആരും താമസിച്ചിട്ടില്ല. അതുകൊണ്ട് മെരീബിയിലെയും മസാനാളിനെ പോലെ ഹൃദയത്തെ കഠിനമാക്കാതെ അകത്തേക്ക് വരണം. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. കർത്താവ് കുനിഞ്ഞ് താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇതാ നിന്റെ അമ്മ എന്ന് പറയുകയാണ്. യോഹന്നാനെ നോക്കി പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അവർ സ്വന്തം അമ്മയും മോനുമാണോ? അല്ല, വകയിൽ ബന്ധമാ. പക്ഷേ അമ്മയും മോനുമാണോ? അല്ല. ക്രൂശ് കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഇന്നത്തെ ഇവിടെ സ്ത്രീ പീഡനങ്ങൾ കൂടുക, അമ്മയെ പ്രായമുള്ളവരെയും പീഡിപ്പിക്കുന്ന ലോകം, കുഞ്ഞുങ്ങളെ തകർക്കുന്ന ലോകം. പക്ഷേ കാഴ്ചയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ഒരിടം ക്രൂശ. അവർ രണ്ടും ആരായിട്ട് മാറി? അമ്മയും മകനുമായി. ജന്മം തരാത്തവളെ അമ്മയെന്ന് കാണാൻ, ജനിക്കാതെ പോയവരെ മക്കളെന്ന് കാണാൻ കഴിയുന്ന ഒരിടമുണ്ട്. അതാണ് ക്രൂശിൻ്റെ ഇടം. മാനവലോകത്തിൻ്റെ കാഴ്ച മാറ്റുന്ന സ്ഥലം. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഏതോ പിന്നെ ഏതാണ്ട് 19 വർഷത്തോളം യോഹന്നാനും യേശുവിൻ മറിയമും കൂടെ ഒന്നിച്ച് താമസിച്ചെന്ന് ആരെങ്കിലും അപവാദം പറഞ്ഞോ? ഇല്ല. അപവാദം കേൾപ്പിക്കാതെ 2 പേരെ എൻ്റെ അറിവിൽ ഇന്നും അപവാദം കേൾപ്പിക്കാതെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് നടക്കുന്നുള്ളൂ. മറ്റാരുമല്ല, കുട്ടൂസിനും ഡാഗിനിയുമാ. എത്ര വർഷമായി? എന്തെങ്കിലും പ്രശ്നം കുട്ടൂസിന്? എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും പറഞ്ഞോ? ഒരപവാദം കേട്ടോ? ഇല്ല. ഒരപവാദം കേൾപ്പിക്കാതെ കുട്ടൂസിനും ഡാഗിനി എത്ര ആൾ നടക്കുക. പക്ഷെ വേറെ ആരാണേലും അപവാദം പറയും. എന്താ കാര്യം? അങ്ങനെ ആണെന്നേ.
അങ്ങനാണെന്ന്. അങ്ങനല്ലാതെ കാഴ്ച മാറ്റാൻ കഴിയുന്ന ഒരിടമുണ്ട്. അതെവിടാ? മാനവകുലം ഇന്ന് സ്ത്രീപീഡനങ്ങളുടെ കാലമാ. പ്രിയരെ, വിശ്വസിച്ച് ഇറങ്ങിപ്പോകുന്നവർ ചതിക്കപ്പെടുന്ന കാലം, കൂട്ടുകാർ പോലും വഞ്ചിക്കപ്പെടുന്ന കാലം, കസിൻസിനാൽ, സ്വന്തം കൂടപ്പുറപ്പുകളാൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വങ്ങൾ. എന്നാൽ കുറച്ചുകൂടെ നല്ല നേർക്കാഴ്ച കിട്ടാൻ ഒരിടമുണ്ട്. ക്രൂശിൻ്റെ ചുവട്ടി വന്നാൽ കാഴ്ചയുടെ വൈകല്യങ്ങൾ മാറും. അന്ധത പിടിച്ച മനുഷ്യൻ്റെ, കമാന്ധത പിടിച്ച മനുഷ്യൻ്റെ, വൈകൃതം പിടിച്ച മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സ്ഥലമുണ്ട്. യേശുവിൻ്റെ ക്രൂശ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ. രക്ഷിക്കപ്പെടും നമുക്കതെന്താണ്? ദൈവശക്തിയാ. കരമടിച്ച് സ്തുതിച്ച് കാഴ്ചകൾ മാറും, കുറച്ചുകൂടെ നേർക്കാഴ്ച കിട്ടും. ഈ സമൂഹം നന്നാകാൻ മോട്ടിവേഷൻ അല്ല ആവശ്യം. ഈ സമൂഹം നല്ലാകാൻ ക്രൂശിലൂടെ മനുഷ്യനെ കണ്ടാൽ മതി. ക്രൂശിലൂടെ മനുഷ്യനെ കാണുന്നവൻ കുറച്ചുകൂടെ മനുഷ്യൻ്റെ ദൈവാംശം കാണും. ക്രൂശ് വീണ്ടും നാം കാണുകയാ. ഇതിനു ശേഷം സകലതും തികഞ്ഞു എന്ന് യേശു അറിഞ്ഞിട്ട് പറയുകയാണ്, ടെറ്റലസ്റ്റായി, സകലതും എന്തായി? നിവർത്തിയായി. സകലതും നിവർത്തിയായി. എത്ര മനുഷ്യനാ? 33 വയസ്സേ ഉള്ളൂ. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. സ്വന്തം അമ്മയോടുള്ള കർത്തവ്യം തീർത്തു. കുരിശ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ലോകത്തുനിന്ന് വെള്ളമിറങ്ങി മരിക്കണമെങ്കിൽ കടപ്പാടുകൾ പൂർത്തീകരിക്കണം. കുരിശിൻ്റെ ചുവട്ടിൽ ആരാ നിൽക്കുക? അമ്മയാ. അമ്മയെ ഓർത്തിട്ടാണ് പറഞ്ഞത്, ടെറ്റലസ്റ്റാഹി, എനിക്കിനിയും പൂർത്തീകരിക്കാൻ ഒന്നുമില്ല, എൻ്റെ അമ്മയോടുള്ള കടപ്പാട് തീർത്തു. അമ്മയോടുള്ള കടപ്പാട് തീർത്തവൻ, അപ്പനോടുള്ള കടപ്പാട് തീർത്തവൻ, കൂടപ്പുറപ്പിനോടുള്ള കടപ്പാട് തീർത്തവനെ ഈ ലോകം വിട്ട് പോകുമ്പോൾ സമാധാനത്തോടെ പോകാൻ കഴിയത്തുള്ളൂ. മറക്കരുത്, യേശു പഠിപ്പിച്ചു. എന്താ തികഞ്ഞു എന്ന് നിവർത്തിയായെന്ന് പറയണമെങ്കിൽ, ഈ ജീവിതം ധന്യമാകണമെങ്കിൽ കുരിശിലൂടെ ബന്ധങ്ങളെ കാണാൻ കഴിയണം. കുരിശിലൂടെ ബന്ധം. ക്രൂശിൻ്റെ വചനം തീ മറക്കരുത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയാ. കരമുയർത്തി സ്തുതിച്ച് കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കറിയുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. അമ്മയോടുള്ള കടപ്പാട് വന് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഒക്കത്തില്ല. ഒരമ്മ, നാട്ടാരെ ഞാൻ വീണ്ടും പറയുക, കേൾക്കണം. 1000 ലൈവിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, 1001 ഇതായിക്കോട്ടെ, സാരയില്ല. കേൾക്കാത്തവരെവിടെങ്കിലും കാണുമല്ലോ. പ്രിയരേ, ഒരമ്മ എളിയവൻ്റെ അടുക്കൽ വന്നു. എന്തിനാണെന്നറിയാമോ വന്നത്? അമ്മയുടെ കണ്ണിന് ക്യാൻസർ വന്നു, കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റ മോൻ ചെറിയൊരു സാമ്പത്തിക സ്വത്ത് വിഷയത്തിൽ ഒന്ന് ഇടറി, കാണാൻ വരുന്നില്ല. എന്നെ വന്ന് കണ്ട് എന്തിനാണെന്നറിയാമോ? മോനെ പ്രിൻസേ, ഞാൻ ആ അമ്മയെ അടുത്ത് നിർത്തിയപ്പോൾ പറഞ്ഞു, മോനെ എൻ്റെ കാഴ്ച കുറയുക, എൻ്റെ മോൻ എന്നെ വന്ന് കാണണം, നീ വിളിക്കണം. ഞാൻ വിളിച്ചു, വന്നില്ല. അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ കാഴ്ച കുറയുക, അവൻ വരാതിരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തിട്ട് അവൻ വന്ന് വലിയ ഷോ കാണിച്ചാൽ അവനെ എൻ്റെ ശവത്തെ തൊടിപ്പിക്കരുത്. പിന്നെ അവൻ ബലമായി തൊടാൻ വന്നാൽ നീ ഗുണ്ടയെ നിർത്തണം. 1 കെട്ട് പൈസ എൻ്റെ തന്നു. എന്തിനാണെന്നറിയാം? ഗുണ്ടയ്ക്ക് കൊടുക്കാൻ പൈസ മേടിച്ചൊരു തന്നത് അമ്മയാ. കുടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു, ഏറ്റമ്മച്ചി ഏറ്റു. അമ്മ പറഞ്ഞതാ, ഏറ്റു. വന്നു അമ്മ, കാഴ്ച പോയി, കണ്ണിൻ്റെ കാഴ്ച കുറച്ച് കഴിഞ്ഞാൽ പോയി. ഓരോ അനക്കത്തിലും ചോദിച്ചു, മോനാണോ? ഒടുവിൽ എൻ്റെ മോൻ ചെന്ന് പറഞ്ഞു, അമ്മച്ചിയെ, അമ്മച്ചിയുടെ മോനാ. പോടാ, നീ പ്രിൻസിൻ്റെ മോൻ. എൻ്റെ മോൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം. ആ മോനെ കാണാതെ അമ്മ മരിച്ചു. എടുത്ത് ബോഡി വെച്ചപ്പം താണ്ട് വരുന്നു എൻ്റെ കാലേന്നൊരു തരിപ്പ്, ഒരു പെരുപ്പ്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്. നമ്മളെ അറിയാവുന്ന നമ്മുടെ ഭാര്യയ്ക്കല്ലയോ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, പെൺവാക്ക് കേൾക്കുന്നവൻ ഇല്ല. ചിലപ്പോൾ ഇവരുടെ വാക്ക് കേൾക്കണം. എൻ്റെ ഭാര്യ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇട്ടച്ചാൻ എൻ്റെ വീട്ടിൽ പോകും. നിങ്ങളെ ഒരുത്തനെ ഓർത്താ ഞാനിവിടെ കട്ടപ്പെട്ട് ഇട്ടച്ചാൻ്റെ പണിക്കൂ. ഇന്ന് ഒറ്റ. ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്തോ പറയണം? 1 കൊരിന്ത്യർ 15 പ്രസംഗിച്ചാൽ മതി. എന്നാലും വെറുതെ വിടാൻ നിൽക്കൂ. അന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല പ്രസംഗം ഞാനങ്ങ് ചെയ്തു കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പ്രസംഗം ചെയ്തു. ഞാൻ പ്രസംഗത്തിൽ മരണപ്രസംഗമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാ മലയാളിയും പാട്ട് പാടും, ബിജു പമ്പാവാലി മാത്രമല്ല, മലയാളികളെല്ലാം പാടത്തില്ലേ? എപ്പോഴാണെന്നറിയാം? കുളിക്കാൻ കയറി വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് സോപ്പ് അങ്ങോട്ട് ഇടുമ്പോൾ നമുക്കൊരു പാട്ട് വരും. അതാണ് ഓൾ മലയാളീസ് ആർ ഗുഡ് ബാത്റൂം സിംഗേഴ്സ് എന്ന് പറയുക. പൂക്കളെ തിരുമ്പുമ്പോഴാണ് പാട്ട് വരുന്നത്. ഈ പൂക്കൾ എന്തോ ഓർക്കാനാ?
ആരെ ഓർക്കാനാ? 9 മാസം വയറ്റിൽ കിടന്നപ്പം കുടിച്ചില്ല, കഴിച്ചില്ല, എല്ലാം ഒരു കുഴലിട്ടു. അമ്മ കുടിച്ചു, അമ്മ കഴിച്ചു. ആർക്ക് വേണ്ടി? കുഞ്ഞിന് വേണ്ടി. അത് ഓർക്കാനാ. പൊക്ക് കൂടി മറക്കുക ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. പ്രിയരെ ഓർത്തോണേ, അമ്മയോടും അപ്പനോടും കടപ്പാടുകൾ തീർത്തവൻ പറയും ടെറ്റലസ്റ്റായി. ക്രൂശിൻ്റെ വചനം മറക്കരുത്. സകലതും എന്തായി? നിവർത്തിയായി. കർത്തവ്യങ്ങൾ മറക്കരുത് കേട്ടോ, കർത്തവ്യങ്ങൾ മറക്കരുത്. കൂടപ്പുറപ്പിനോടുള്ള കർത്തവ്യം മറക്കരുത്, അപ്പനോടുള്ള കർത്തവ്യം മറക്കരുത്, അമ്മയോടുള്ള കർത്തവ്യം മറക്കരുത്. മുമ്പോട്ട് പോകട്ടെ. ടെറ്റലസ്റ്റായി. സകലതും എന്തായി? നിവർത്തിയായി. വീണ്ടും നാം വായിക്കുക, എനിക്ക് ദാഹിക്കുന്നു. അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹ. ഒടുവിൽ ആ 33കാരൻ മരിച്ചത് എന്താ? 33കാരൻ എങ്ങനെയാ മരിച്ചത്? കാണണം. കുരിശിൻ്റെ ചുവട്ടിൽ പോയി മരണത്തെ കാണണം. ഇന്ന് മനുഷ്യന് മരണത്തെ പേടിയാ. ഞാൻ ഒത്തിരി മരണം അടുത്ത് ഇന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൊച്ചിലെ കണ്ട ഒരു മരണമുണ്ട്. ഭയങ്കര പൈസയോട് ആർത്തിയുള്ള ഒരു അമ്മച്ചി മരിക്കുക. എന്ത് ചെയ്താൽ മരിക്കുന്നില്ല? ആൾക്കാരെല്ലാം പോകണ്ടേ, വന്നിട്ട് പോകണ്ടേ, മരിക്കുന്നില്ല. വന്നിട്ട് പോകണ്ടേ, മരിക്കുന്നില്ല. ഒടുവിൽ നാട്ടുകാരും വീട്ടുകാരും അടുത്ത ബന്ധുക്കളും കൂടി ആലോചിച്ചൊരു കാര്യം ചെയ്തത്. ഞാൻ എൻ്റെ കൊച്ചിലെ കണ്ടു, മനസ്സിലായില്ല. ഒരു കുത്ത് പൈസ അമ്മച്ചിയുടെ കൈ കൊടുത്തു. ചുരുട്ടിപ്പിടിച്ച അമ്മച്ചിയാണ്. അവസാനം ചുരുട്ടിപ്പിടിച്ചു. എന്താ? പൈസ ചുരുട്ടിപ്പിടിച്ച് അത്തു. പൈസയ്ക്ക് ആവശ്യമുള്ള ആർത്തിയുള്ളവർ ചുരുട്ടിപ്പിടിച്ച് നടക്കും. ഒരു അപ്പച്ചൻ മരിക്കുമ്പം കേട്ടിട്ടുണ്ട്, രാത്രിയാകുമ്പം വിളിക്കും, പൈസ എടുത്ത് എണ്ണി കാണുമ്പോൾ വീർത്ത നെഞ്ച് താപ്പോട്ട് വരും. നിത്യ സംഭവം. എണ്ണി 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 മരിക്കും. പൈസയോട് ആർത്തയാ. എന്താർത്തിയുണ്ടോ അതിലങ്ങനെ കുരുങ്ങി മരിക്കും. എന്നാൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. മരണത്തിക്ക് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ശാന്തഗംഭീരമായി 33കാരൻ മരിക്കുന്നത് എങ്ങനെയാ? അയ്യോന്ന് വിളിച്ചല്ല. ഞങ്ങളുടെ സഭയിൽ ഒരു 104 വയസ്സുള്ള ഉണ്ണിയപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ ഭയങ്കര ആവേശക്കാരനായിരുന്നു. പൂനായി വെച്ചാണ് മരിക്കുന്നത്. ഞാനും പോയി മരണത്തിന് സാക്ഷ്യം വഹിക്കാൻ. പിള്ളേരെല്ലാം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത അരോഗ ദൃഢഗാത്രനായ അപ്പച്ചൻ. ഈ അപ്പച്ചനെ കാണാൻ അതിന് കുറച്ച് നാൾക്ക് മുമ്പ് ഞാനും എൻ്റെ അപ്പായും കൂടെ പോയി. അപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അപ്പോഴേ അസിസ്റ്റ് ചെയ്ത് പോയതാ. ചെന്ന് അപ്പച്ചനെ കാണാൻ, 104 വയസ്സുള്ള അപ്പച്ചനെ കാണാൻ. 70 വയസ്സുള്ള എൻ്റെ അപ്പ ചെന്നപ്പോഴുണ്ടല്ലോ അപ്പച്ചനെ കാണുന്നില്ല. അപ്പച്ചൻ എവിടെ പോയേക്കുക? നോക്കിയപ്പം താഴത്തെ പിള്ളേരുടെ വോളിബോൾ കളിക്കാം. അതായിരുന്നു ഈ അപ്പച്ചന്. ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റു, പിള്ളേരെല്ലാം ജോലിക്ക് പോയി. ഭാര്യയോട് മരുമോളുണ്ട്, നല്ല ചൂടുവെള്ളം മേടിച്ച് കുഴമ്പ് തേച്ച് കുളിച്ചു. ചൂട് കഞ്ഞി ഇട്ട് ഇടിപ്പിച്ചു കുടിച്ചു. നല്ല അലക്കി തേച്ച മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാ പച്ച പറയാം, പിള്ളേരെ എല്ലാം വിളിക്കുക. അവർ ജോലിക്കല്ലേ, വിളിക്ക്. വന്നു. എല്ലാവരും വന്നപ്പം കട്ടിലോട്ട് കയറി കിടന്നിട്ട് പറഞ്ഞു, പിള്ളേരെല്ലാം കൂടെ ചുറ്റും നിന്ന്, എന്നാ പച്ച ഇടി ദൂതന്മാർ ചുറ്റും നിപ്പുണ്ട്, പോകാൻ വന്നേക്കുക, പൊക്കോട്ടെ, കൈയൊക്കെ തന്നി എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പാൻ. എന്നിട്ടോ ഒറ്റ പോക്ക് മരണത്തെ ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരിടവാ. അതാണ് ക്രൂശ്. ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയാ. ഇന്ന് രാത്രി അവിടുത്തെ പുറം അട്ടിച്ച് തകർക്കപ്പെട്ടു. എന്തിനാ? അവിടുന്ന് പുറപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. അവൻ്റെ അട്ടിപ്പിണരുകളാൽ സൗഖ്യം വരും. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതുകൊണ്ടാണ് യേശു സമാധാന പ്രഭുവാകുന്നത്. രോഗം മനുഷ്യൻ്റെ സമാധാനത്തെ തകർത്തും. യേശു ചെയ്ത അത്ഭുതങ്ങളുടെ ഭൂരിപക്ഷവും മനുഷ്യൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയായിരുന്നു. ഇന്നും യേശു രോഗികളെ സുഖപ്പെടുത്തും. എങ്ങനെ? അവൻ്റെ അടിപ്പിണരുകളാൽ. എനിക്ക് എൻ്റെ കർത്താവിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒറ്റ കാര്യം കൊണ്ടാ. ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയ്ക്ക് ഒരു കൊച്ചുമിടുക്കൻ, അവൻ നിങ്ങൾക്കറിയാം സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ പക്ഷേ അങ്ങ് പറഞ്ഞാൽ മതി, എന്നെ ഒന്ന് തോണ്ടിയേക്കണം, ഞാനങ്ങ് നിർത്തിക്കോളാം. ക്രൂശിൻ്റെ വചനം പറയുമ്പോൾ എൻ്റെ ഒരു ബലഹീനതയാന്ന് ഓർത്താൽ മതി. നിങ്ങളങ്ങ് ഇരിക്കുമ്പോൾ ഞാനങ്ങ് പ്രസംഗിക്കും. എൻ്റെ പൊന്നു പ്രിയരെ കേട്ടോ. ഈ വലിയ പിള്ളേർക്ക് എഴുത്ത് പരീക്ഷയും കൊച്ചു പിള്ളേർക്ക് എന്തുവാ ചോദ്യമാ. കൊച്ചിനോട് ടീച്ചർ ചോദിച്ചു, സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ സഭയിൽ നടന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ, മോനെ ലാസറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ യേശു എന്താ ചെയ്തെന്ന് ചോദിച്ചു. കൊച്ചുമെടുക്കാൻ തെക്കും മുക്കി നോക്കിയിട്ട് പറഞ്ഞു, എന്താ ചെയ്തെന്നോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. അതാണ് എൻ്റെ കർത്താവ്. ഈ മനുഷ്യൻ്റെ പ്രശ്നത്തിൽ കയറി അങ്ങ് ഇടപെടും. രോഗിയാണോ? ഇടപെടും. തകർച്ചയാണോ? ഇടപെടും. പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരുവനുണ്ട്, എൻ്റെ യേശു. ക്രൂശിൻ്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടും
രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയായി മാറും. ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ അടിച്ച് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്. അവിടെ ശാപം പിടിച്ചവൻ വന്നാൽ അവൻ്റെ ശാപം മാറും. ശാപത്തെ മാറ്റുന്ന ഒരിടം ക്രൂശിന്റെ ശക്തി. അവൻ സമ്പന്നനായിരുന്നു. അവിടുത്തെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനാകേണ്ടത് നമ്മൾ നിമിത്തം ദരിദ്രനായി. ക്രൂശിന്റെ വചനം. സ്വത്രം 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 സ്വത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു സന്ധിക്ക് മുമ്പേ മരിക്കണം. അതിനെന്തോ ചെയ്തു? ഇടത്തും വലത്തും കിടക്കുന്നവന്റെ കാലൊടിച്ചു. 1, 2, 3 അവരൊടിച്ചത് ഇടത്തും വലത്തും ഒടിച്ചു. അവിടുത്തെ അടുക്ക് വന്നപ്പോൾ അവൻ മരിച്ചു എന്ന് കണ്ടിട്ട് കാലെന്ത് ചെയ്തില്ല? ഒടിച്ചില്ല. അവൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെടുത്ത് ആരായി കിടക്കുന്നത്? പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നു, പെസഹ കുഞ്ഞാൻ്റെ അസ്ഥി ഒടിയരുത്. അസ്ഥി ഒടിയാതെ രക്തം വാർന്നെടുത്തിട്ട് ആ രക്തം എടുത്ത് കട്ടളക്കാന്മേലും കുറുമ്പടിമേലും പുരട്ടണം. എന്തിനാ? സംഹാരം കടന്നു പോകുമ്പോൾ അത് സംരക്ഷണം. ക്രൂശിന്റെ വചന നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ, എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അതൊരു സുരക്ഷിതത്വമാ. എതിരിയെ തുരത്തിടും രക്തം ജയം, എന്നാളും സുഖം തരും രക്തം ജയം. രക്തം ജയം. അതുകൊണ്ടായി പെന്തക്കോസ്തുകാര് രക്തം ജയം രക്തം ജയം രക്തം ജയം എന്നൊക്കെ പറയുമ്പോൾ അവർക്കോർക്ക് ഈ മനുഷ്യർ രക്തദാഹികളാണോ? അല്ല, ഞങ്ങൾക്കൊരു ക്രൂശിന്റെ രക്തം അറിയാം. ക്രൂശിൽ ചൊറിഞ്ഞു രക്തം അറിയാം. അതിൽ വ്യാപരിക്കുന്ന പാപമോചനം, അതിൽ വ്യാപരിക്കുന്ന ശാപമുക്തി, അതിൽ വ്യാപരിക്കുന്ന സൗഖ്യം, അതിൽ വ്യാപരിക്കുന്ന സംരക്ഷണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിക്കട്ടെ. കരങ്ങൾ അടിച്ച് വിശ്വസിച്ച് സ്തുതിച്ച് ഏറ്റെടുത്ത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്ത. ഹല്ലേലൂയ ഹല്ലേലൂയ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ ഈ രാത്രി ഹല്ലേലൂയ. യേശുവിൻ രക്തം വിടുതലായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം മോചനമായി, യേശുവിലൂടെ വ്യാപരിക്കുന്ന ക്രൂശിലൂടെ വ്യാപരിക്കുന്ന ശക്തി. നാട്ടുകാരെ, ലൈവ് കേൾക്കുന്നവരെ, എപ്പോഴെങ്കിലും ഈ ഒരു പ്രസംഗം കേൾക്കാൻ ജീവിതത്തിൽ ഇടയായാൽ വിശ്വസിച്ച് സ്വീകരിക്കുക. നിങ്ങളുടെ വീടിന്റെ ശാപങ്ങൾ മാറും, നിങ്ങളുടെ വീടിന്റെ തകർച്ചകൾ മാറും. അവൻ തകർക്കപ്പെട്ടു, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു കേട്ടോ. എന്തിനാ? നമ്മുടെ തകർച്ച മാറാൻ. അവിടുന്ന് വൈരൂപ്യപ്പെട്ടു. എന്തിന്? നമ്മുടെ വൈരൂപ്യങ്ങൾ മാറാൻ. എൻ്റെ പ്രിയരെ, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നു. ഓ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എളിവൻ കണ്ടിട്ടുണ്ട് തകർന്ന വീട്. അപ്പൻ മദ്യപാനി, അമ്മ ആസ്മ പേഷ്യന്റ്, ചേട്ടൻ വഴിയെ ഒരു കൊച്ചു കുഞ്ഞ് യേശുവുമായിട്ട് ആ വീട്ടിലോട്ട് കയറിയാൽ, ആ ഒരുവൻ നിന്നാൽ അവനിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി ആ കുടുംബത്തിനകത്ത് വിടുവിക്കും. നീ ഒറ്റയ്ക്കാണോ ഇറങ്ങി തിരിച്ചത്? നിന്റെ കുടുംബത്തിന്റെ മൊത്ത എണ്ണത്തെ വിടുവിച്ചോണ്ട് വരാൻ കഴിവുള്ള ഒന്നുണ്ട്. അതാണ് ഇതിന്റെ ശക്തി. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്ത, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തി. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ശബ്ദം തുറന്ന് കൈ അടിച്ച് രാത്രി പാടുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, സംരക്ഷണം ഉണ്ടാകട്ടെ, തകർച്ചകൾ മാറട്ടെ. സമസ്ത മേഖലകളിലേക്ക് ഇന്ന് എവിടെയൊക്കെ എനിക്ക് വിടുതൽ വേണം, വിശ്വസിച്ച് പ്രാപിക്കുക. ഞങ്ങൾ നിങ്ങളെ എൻകറേജ് ചെയ്യുക. നശിച്ചു പോകുന്നവർക്ക്, വിശ്വസിക്കാത്തവർക്ക് ഇതിനകത്ത് ഒരു കാര്യമില്ല. വെറും ഒരു കണ്ടക്ഷോഭ. എന്നാ ഇന്ന് വിശ്വസിച്ച് സ്വീകരിച്ചാൽ, പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണോ? പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണോ? ഇനി എങ്ങും പോകണ്ട, തേടി വരുന്ന ഒരു യേശു ഈ രാത്രി വന്നിട്ടുണ്ട്. ക്രൂശിന്റെ വചനം കരങ്ങൾ അടിച്ച് സ്തുതിച്ച് ആരാധിച്ച് ഹൃദയം നിറഞ്ഞ് എവിടെ ഇന്ന ദിനം നമുക്കൊന്ന് സന്തോഷിക്കാം. We are going to rejoice in the victory that Christ gained on the cross. സെലിബ്രേറ്റ് ചെയ്യണം യേശു ക്രൂശിൽ ചെയ്തെടുത്ത വിജയത്തെ, ജയഘോഷത്തെ. ഹല്ലേലൂയ. അവിടെ മുഴങ്ങിയത്
ജയപേരിയായിരുന്നു, ടറ്റലസ്റ്റായി, പാപം തീർന്നു, ശാപം മാറി. എവിടെ? ക്രൂശിൽ. വഴിയുണ്ട് യേശുവിൽ. ക്രൂശിൽ 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 പകരക്കാരൻ കിടക്കുക. അതുകൊണ്ടാണ് ഗലാത്യലേഖന കർത്താവ് ചോദിക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാ? ആരോ ആരോ ഈ രാത്രി കണ്ണിനെഴുതാൻ ലേപനം വാങ്ങിച്ച് കണ്ണ് തുറന്ന് കണ്ട് കാൽവറി മലമേൽ കയറിയവൻ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടാം.